മുഖ്യമന്ത്രി എന്താ കുഴപ്പം? മൂന്നാം തവണയും വരുമെന്ന് ഞാൻ പറഞ്ഞുവെങ്കിൽ എന്താ തെറ്റി? കൂടെ നിന്ന് എല്ലാ സുഖങ്ങളും അനുഭവിച്ചും കൂടെ നിന്ന് കാലട്ടെ വിട്ടാണെങ്കിൽ ഞാനാണ് ഉത്തരവാദി. ആരായാലും നിരക്കില്ല. എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചിട്ട് കൂടെ നിന്നിട്ട് കൂടെ നിന്ന് ചവിട്ടാൻ അവൻ ചതിയൻ ചന്തുമാരാണ്. ബ്രൂട്ടോസ് നീയുമോ എന്ന് ചോദിച്ചപ്പോൾ ചോദിക്കേണ്ടി വരുന്നു. പറയേണ്ടതെല്ലാം അകത്ത് പറയണം, പുറത്തല്ല പറയേണ്ടത്. പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ നടക്കാൻ പോകുന്ന ഈ മുഹൂർത്തത്തിൽ ഇതുപോലുള്ള സംവാദങ്ങളാണോ ഒരു ഐക്യത്തിന് നല്ലത്? ഒരിക്കലും നല്ലതല്ല. ജനങ്ങൾക്ക് എല്ലാവരെയും അറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അറിയാം, ഈ പറഞ്ഞ ആളെയും അറിയാം. ഈ പറഞ്ഞ ആളുടെ നാക്കിൽ നിന്ന് ആ പേര് വീണെങ്കിൽ, ചതിയൻ ചന്തു എന്ന പേര് വീണെങ്കിൽ, ആ തൊപ്പി 1000 വട്ടം വിണങ്ങും ആ തലയ്ക്ക്. ഈ തലയ്ക്ക് തീരെ ചേരില്ല. അത് CPI തലയ്ക്ക് ആ തൊപ്പി ചേരില്ല. ആ തൊപ്പി ആ തലയ്ക്കേ ചേരൂ. ആരായാലും പേര് പറയാൻ സന്തോഷം. തദ്ദേശ തോൽവിയിൽ പിണറായി വിജയനെ പ്രതിക്കൂട്ടിലാക്കി CPI. തോൽവിക്ക് കാരണം മുഖ്യമന്ത്രിയാണ് എന്ന് നേതൃയോഗങ്ങളിൽ CPI നേതാക്കൾ തുറന്നടിച്ചു. അത് കേട്ടിട്ട് ചോദിക്കാൻ മുഖ്യമന്ത്രിയെ ചാരി നടക്കുന്ന ഒരു ഇടത് നേതാവും വന്നില്ല. പക്ഷേ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അത് ചോദിച്ചു. പറയാനുള്ളത് ആരുടെയും മുഖത്തു നോക്കി പറയുന്ന ആളാണ് വെള്ളാപ്പള്ളി. 10 വർഷം കൂടെ നിന്നിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ തള്ളിപ്പറഞ്ഞ CPI ചതിയൻ ചന്തുവാണെന്ന് വെള്ളാപ്പള്ളി തുറന്നടിച്ചു. അതോടെ സംഗതി വിവാദമായി. ഘടകകക്ഷികൾക്ക് മാർക്കിടാൻ വെള്ളാപ്പള്ളിയെ ആരും ഏൽപ്പിച്ചിട്ടില്ലെന്നും ഇനി ഏൽപ്പിക്കാൻ പോകുന്നില്ല എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഇടതുപക്ഷ മുന്നണി ഒരിക്കലും വെള്ളാപ്പള്ളിയാകാൻ പാടില്ല. അത് ഓർമ്മപ്പെടുത്തുകയാണ് CPI. വെള്ളാപ്പള്ളിയെ തൻ്റെ കാറിൽ കയറ്റില്ല എന്ന് ബിനോയ് വിശ്വം പറയുമ്പോൾ കാറിൽ കയറ്റിയ മുഖ്യമന്ത്രി ആരായി? ന്യൂസ് 18 പൊതുവേദി അത് ചർച്ച ചെയ്യുന്നു. ചതിയൻ ചന്തുവിൻ്റെ തൊപ്പി CPIക്ക് ചേരുമോ? എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. സന്തോഷ് എന്നോടൊപ്പം കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട്. സന്തോഷ് വെള്ളരിക്കുണ്ടെന്നാണോ? ചെറുവത്തൂർ സന്തോഷം. അപ്പോൾ ഇത് കാസർഗോഡ് നിന്ന് കണ്ടപ്പോൾ എനിക്ക് ഏത് സന്തോഷമാണെന്ന് അറിഞ്ഞില്ല. ഇപ്പോൾ 3 സന്തോഷങ്ങളാണ് നമുക്കുള്ളത്. കോഴിക്കോട് നിന്നുണ്ട്. അപ്പോൾ സന്തോഷേ, ഈ തർക്കം മുറുകുകയാണ്. ഇത് നാളെയും മറ്റന്നാളും ഒക്കെ ഇനി മറുപടിയും വെള്ളാപ്പള്ളി നമുക്കറിയാലോ. ഇതിൽ വെള്ളാപ്പള്ളി പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ആദ്യമായി മനുസാറിനും കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമുക്ക് പുതിയൊരു വർഷം നല്ലൊരു വർഷമാകട്ടെ അല്ലേ? സന്തോഷം. ഈ വിഷയത്തിലേക്ക് വന്നാൽ ഇപ്പം വെള്ളാപ്പള്ളി ഇന്ന് ഇരവാദം ഉന്നയിക്കുകയാണ്. വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ വണ്ടിയിൽ ഒരു ഉന്നത പോലെ ജാതം കയറിയാൽ, ഒരു ഉന്നതൻ കയറിയാൽ കുഴപ്പമുണ്ടാവുമോ? അങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഉന്നതൻ കയറിയാൽ ആരും പരാതി പറയില്ലേ? സന്തോഷം സാർ, ഇത് ഇരവാദം ഉന്നയിക്കുകയാണ്. അതായത് ഈഴവ സമുദായത്തെ അടച്ചാക്ഷേപിക്കുന്നു, മറ്റുള്ളവരെ എതിർക്കുന്നു എന്ന് പിന്നെ ഇരവാദം ഉന്നയിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി രക്ഷപ്പെടാൻ വേണ്ടി. ഞാൻ ചോദിക്കട്ടെ, വെള്ളാപ്പള്ളി ഇരവാദം ഉന്നയിച്ചുകൊണ്ട് എവിടെയാണ് രക്ഷപ്പെടുന്നത്? വെള്ളാപ്പള്ളിയെ ആരെങ്കിലും LDFന്റെ കൺവീനറായിട്ടോ സെക്രട്ടറി ആയിട്ടോ CPMന്റെ സെക്രട്ടറി ആയിട്ടോ തീരുമാനിച്ചിട്ടുണ്ടോ? CPMനെ ബാധിക്കുന്ന പ്രശ്നം എന്തിനാണ് ഈ വെള്ളാപ്പള്ളി പറയുന്നത്? വെള്ളാപ്പള്ളിയോട് ഒരു ചാനലുകാരെ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഞങ്ങൾക്ക് മലപ്പുറത്ത് കോളേജ് വിടാൻ പറ്റുന്നില്ല, വയനാട് ഇല്ല, കാസർഗോഡ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്റെ സ്ഥലമില്ലാത്ത. സ്ഥലമൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് തരുന്നില്ല. ആര് തരുന്നില്ല? സർക്കാർ തരുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, 10 വർഷമായി ഭരിക്കുന്ന LDF സർക്കാരല്ലേ, അടുത്തല്ലേ? സർക്കാരാ തരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ സർക്കാരിന് ഇപ്പൊ ഒരു പണി പോലെ ഈ വെള്ളാപ്പള്ളി കൊടുക്കുകയും ചെയ്തില്ലേ? സർക്കാരിനെ തരേണ്ടത്, മറ്റുള്ളവരുടെ ഇതിനെ കയറിയിട്ട് കാര്യമുണ്ടോ? 10 വർഷമായി ഈ വിജയൻ ഭരിക്കുന്നു. ഈ പിണറായി വിജയന്റെ കൂടെ തന്നെ സന്തോഷ സഹചാരിയെ പോലെ നടക്കുന്നു. ഈ പിണറായി വിജയൻ എന്തെങ്കിലും ഒന്ന് പറയേണ്ട സാറേ? ഇത്രയും വർഗീയമായിട്ട് അയാൾ എന്തൊക്കെ പറയുന്നുണ്ട് ഇവിടെ? നമുക്ക് നിറയെ ആളുകളുണ്ടാണ്. സന്തോഷിന്റെ അഭിപ്രായമൊക്കെ വ്യക്തമാണ്. അപ്പോൾ എന്നോടൊപ്പം ശ്രീ ബാലകൃഷ്ണൻ വടകരയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ ബാലകൃഷ്ണൻ വടകരയിൽ ഞാൻ ഒന്ന് കാത്തിരിക്കുകയായിരുന്നു. കാരണം വെള്ളാപ്പള്ളി ബാലകൃഷ്ണൻ വടകര എന്തു പറയുന്നു? അദ്ദേഹം RSSകാരനാണ്. വെള്ളാപ്പള്ളി പക്ഷേ SNDPക്കാരനാണ്. പക്ഷേ വെള്ളാപ്പള്ളിയുടെ മകൻ BJPക്കൊപ്പമാണ്. അപ്പോൾ ബാലകൃഷ്ണൻ വെള്ളാപ്പള്ളിക്കൊപ്പമാണോ CPIക്കൊപ്പമാണോ? സർ നമസ്കാരം. നമസ്കാരം.
വെള്ളാപ്പള്ളിയും ഉം. CPIയുടെ വിനോദ് വിശ്വവും നട്ടല്ലില്ലാത്ത പുരുഷന്മാരാണ്. രണ്ടുപേർക്ക് നട്ടല്ലില്ലേ? CPIക്ക് പണ്ടേ നട്ടല്ലില്ല, അത് ഒടിഞ്ഞ് തൂങ്ങിപ്പോയില്ലേ സാർ? ആണോ? എനക്കും ഏമാനും 1001 പ്രശ്നിച്ചു ഇടതുപക്ഷത്തിന്റെ കൂടെ. എത്ര ശതമാനം വോട്ടാ സാർ ഉള്ളത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് CPIക്ക്? അവർ പക്ഷെ പറയുന്നത് വോട്ടല്ല, ഞങ്ങളുടെ നിലപാട്, ശരിയായ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നവരാണ് ഞങ്ങൾ. എന്ത് നിലപാടാ സാർ? ഇല്ലേ, നിലപാടില്ലേ? രാധാകൃഷ്ണൻ ചാത്തന്നൂരൊക്കെ വരുമ്പോൾ നമുക്ക് ചോദിക്കാം. മുന്നണിയല്ലേ സാർ ഇവര്? ഭാരതീയ ജനതാ പാർട്ടി സംഘപരിവാർ NDA മുന്നണിയാ സാർ ഇന്ത്യയിൽ. അതിപ്പോ നിങ്ങൾക്കും ഇല്ലേ ഇതുപോലെ ശക്തി കുറഞ്ഞ ഘടകകക്ഷികളില്ലേ? ഇപ്പൊ BDJS-ന് എന്ത് ശക്തിയുണ്ട്? പക്ഷെ നിങ്ങൾ അവരെ കൊണ്ട് എടുക്കരുന്നുള്ള അഭിപ്രായം സാർ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു. ഞാൻ വ്യക്തിപരമായി പറഞ്ഞ കാര്യമില്ല. അത് ചില മുന്നണി സംവിധാനത്തിന് SNDP ഒരു മതസംഘടനയെ അടുപ്പിക്കാൻ പാടില്ല. BDS-ന് എടുത്തതിൽ NDAക്ക് വീഴ്ച പറ്റിയല്ലേ? തീർച്ചയായിട്ടും. കാരണം അവർ രണ്ട് തോണിയിൽ ഈ വെള്ളാപ്പള്ളി നടേശൻ ആരാ സാർ? എന്ത് അധികാരത്തിൽ ഇദ്ദേഹം സംസാരിക്കുന്നത്? 4 വോട്ടിന്റെ പിൻബലം ഇദ്ദേഹം. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ഏതായാലും ശ്രീ ബാലകൃഷ്ണൻ, ഹാപ്പി ന്യൂ ഇയർ. എനിക്ക് ധാരാളം പ്രേക്ഷകരുള്ളത് ഇന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഷിജു എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, നമസ്കാരം എന്ന് പറയുന്നു. അപ്പോൾ ഷിജു എന്നോട് ചോദിക്കുകയാണ്, ഞാൻ എങ്ങനെ യൂട്യൂബ് കമൻറ്റ് വായിക്കുന്നത്? ഞാനത് ഇത്ര കാലം രഹസ്യമാക്കി വെച്ചത് ഷിജുവിന് അതൊരു കൗതുകമായി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇതിൽ ഇത്ര ആലോചിക്കാൻ എന്നിരിക്കുന്നത് എൻ്റെ മുന്നിൽ ഒരു ലാപ്ടോപ്പ് ഇരിക്കുകയില്ലേ ഷിജു? പിന്നെ സബീന എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, ശ്രീമതി സബീന സുൽഫി. ചിയേഴ്സ് ടു 226. അപ്പോൾ ശ്രീമതി സബീനയും അവരുടെ ഭർത്താവ് സുൽഫിയും ഒക്കെ ഹാപ്പി ന്യൂ ഇയർ ആഘോഷിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ ഒരു ത്രില്ലൊക്കെ ആ കമൻറ്റുകളിൽ എനിക്ക് കാണാം. സുനിൽകുമാർ നമസ്കാരം എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു ചുവന്ന ഹൃദയം അയച്ചിട്ടുണ്ട്. സുനിൽകുമാറിന് എൻ്റെ 2 ചുവന്ന ഹൃദയങ്ങൾ. ഹാപ്പി ന്യൂ ഇയർ ടു യു ആൻഡ് യുവർ ഫാമിലി. അപ്പോൾ സുനിൽകുമാറിൻ്റെ കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും വരട്ടെ. ജയകുമാർ എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു, നമസ്കാരം എന്ന് പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ സദാശിവൻ നായർ പറയുന്നു, പ്രിയപ്പെട്ട മനുവിനും ന്യൂസ് 18 ചാനലിലെ എല്ലാ പ്രവർത്തകർക്കും ആത്മാർത്ഥമായ പുതുവത്സരാശംസകൾ നേരുകയാണ്. അപ്പോൾ ന്യൂസ് 18 ചാനലിലെ എല്ലാ ആളുകളുടെ പേരിലും ഞാൻ നമ്മുടെ സദാശിവൻ നായർക്ക്, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ നല്ലൊരു പുതുവത്സരം ആശംസിക്കുന്നു. അപ്പോൾ കിഷോർ കോന്നി എനിക്ക് പുതുവത്സരാശംസിക്കുന്നു. അപ്പോൾ കിഷോർ കോന്നിക്കും പുതുവത്സരാശംസകൾ. അപ്പോൾ ഉണ്ണികൃഷ്ണൻ ചാടയമംഗലത്ത് നിന്നാണ് വിളിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ, ശ്രീ ഉണ്ണികൃഷ്ണൻ കേൾക്കാമോ? കേൾക്കാം. ശ്രീ ഉണ്ണികൃഷ്ണൻ വെള്ളാപ്പള്ളി നടേശനെ ഇഷ്ടപ്പെടുന്ന ആളാണോ? അല്ല, വെള്ളാപ്പള്ളി നടേശനെ ഇഷ്ടപ്പെടുക എന്നുള്ളതല്ല ഇവിടെ പ്രശ്നം. അത് വെള്ളാപ്പള്ളി നടേശനെ ഒരു സമുദായത്തിന്റെ ഒരു സമുന്നത നേതാവ് എന്നുള്ള നിലയിൽ ഞാൻ ഇഷ്ടപ്പെടുന്നു. മറിച്ച് ആ സമുദായത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞും കൊണ്ട്, അല്ലെങ്കിൽ ആ സമുദായത്തിലുള്ളവരെ കയ്യിലെടുത്തുകൊണ്ട് ആ സമുദായത്തിന്റെ വോട്ടുകളെല്ലാം കൂടെ ഒരു പെട്ടിയിലേക്ക് ഒഴുക്കുന്നതിനുള്ള ഒരു ബുദ്ധിപൂർവമായ ഒരു കുറുക്കന്റെ ബുദ്ധിയിലൂടെ നീങ്ങുന്ന വെള്ളാപ്പള്ളി എനിക്ക് ഇഷ്ടമല്ല. അതുപോലെ തന്നെ വിനോദ് വിശ്വത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. 10 വർഷം കൊണ്ട് അദ്ദേഹത്തിന് കാറുകളൊക്കെ ഒരുപാട് കിട്ടിക്കാണും. പക്ഷെ ഈ മുന്നണി സംവിധാനത്തിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കാർ ഉണ്ടാവും എന്നുള്ളതാണ് എന്റെ സംശയം. അത് ശരി. അപ്പൊ CPM-ന്റെ ചെലവിൽ എങ്ങനെ പോകുന്ന ആളാണ് CPI എന്നാണ് പറയുന്നത് അല്ലേ? അതൊരു പരിധിവരെ വെള്ളാപ്പള്ളി പറഞ്ഞ ശകലം കാര്യങ്ങൾ ഉണ്ടതി. അത് നമുക്കൊരു പദവിയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ വലിയ സിംഹമാനൊക്കെ തോന്നും. നമ്മൾ തെങ്ങിന്റെ മണ്ടേ കയറി നിന്നിട്ട് ഞാൻ ഏറ്റവും വലിയ ആളെന്ന് പറയും. പക്ഷെ താഴെ കൂടെ പോകുന്നവർ പറയും കുരങ്ങിയിരിക്കുന്നു പറയും. അപ്പോൾ ശ്രീ ഉണ്ണികൃഷ്ണൻ അപ്പം ഞാൻ ചോദിക്കുന്നത്, പക്ഷേ അപ്പോൾ ഈ യോഗങ്ങളിൽ, നേതൃയോഗങ്ങളിൽ ഇവരിങ്ങനെ ഈ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ ശരിയല്ലാതാണോ ഉണ്ണികൃഷ്ണൻ പറയുന്നത്? ശ്രീ ഉണ്ണികൃഷ്ണൻ അല്ല, വിമർശിക്കേണ്ട സമയങ്ങളുണ്ട് സാർ. അതിനകത്ത് വെള്ളാപ്പള്ളി പറഞ്ഞ ഒരു കാര്യം നമുക്ക് ചെറിഞ്ഞത്, അദ്ദേഹത്തിന് ഞാൻ പിന്തുണയ്ക്കുകയല്ല. അത് അകത്ത് പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അത് നമ്മൾ ഈ ഒരു മണിക്കൂർ കൊണ്ട് 1000 നോട്ടീസ് വെളിയിലടിക്കുന്നതല്ല അതിന്റെ ശരി. അപ്പോൾ അത് മുന്നണിക്കകത്ത് വേദികളിൽ കൃത്യമായി പറയേണ്ടതായിരുന്നു. മുന്നണിക്കകത്ത് നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് പറയാല്ലേ. വേണമെങ്കിൽ വെള്ളാപ്പള്ളി നടേശന് ധൈര്യമായിട്ട് പിണറായി വിജയന്റെ കാറിൽ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ AKG സെന്ററിന് അകത്തും പോയിരുന്ന കാര്യങ്ങൾ സംസാരിച്ചു. എന്താ കുഴപ്പം? അപ്പോൾ ഈ ഒരു പിന്നോക്കക്കാരനെ കാർ കയറ്റിയതുകൊണ്ടാണ് പ്രശ്നമെന്ന് വെള്ളാപ്പള്ളി പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ശ്രീ? അല്ല സാർ, ഈ മുന്നോക്കം ഒന്നും ഇല്ല സാർ. അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച സമയത്ത് നമുക്ക് ഐറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം കുറച്ച് മുമ്പോട്ട് മാറ്റം കിട്ടിയത്. എല്ലാം ശരിയാ. പക്ഷെ ഇന്ന് ബ്രാഹ്മണനും നായരും വേടനും കുറവനും എല്ലാം ഒരേ ബെഞ്ചിൽ നിന്ന് പഠിക്കുകയും ഓരോ പാത്രത്തിൽ നിന്നും കൈയിട്ട് ചമ്മന്തിയും തൈരും ഒക്കെ മേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിന്നുന്ന ഒരു കാലഘട്ടമാണത്. അതുകൊണ്ട് ഇവിടെ പുതിയ ന്യൂ ഇയർ ആണ് സാറേ ന്യൂ ഇയർ ആണ് നാളെ. അതുകൊണ്ട് പുതിയ തലമുറയ്ക്ക് ജാതിയും മതവും ഒന്നുമില്ല. ഈ വയസ്സന്മാർ അവിടെ കിടന്ന് അടിക്കേണ്ടതാണ് എന്റെ അഭിപ്രായം. ശരി. അപ്പോൾ ശ്രീ ഉണ്ണികൃഷ്ണൻ ചടയമംഗലത്തിനും കുടുംബാംഗങ്ങൾക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ അവരടിക്കട്ടെ. നമുക്ക് ജാതിയും മതവും ഇല്ലാത്ത പുതിയ
പുതിയ ലോകത്തേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കാം. അപ്പോൾ സദാനന്ദൻ പിന്നെ MK എന്നോട് പറയുന്നത് ഭരണത്തിൻ്റെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചിട്ട് പലപ്പോഴും CPI ചതിയൻ ചന്തുവിനെ റോളാണ് കാണിക്കുന്നത് എന്ന് പറയുന്നു. ക്രിസ് എനിക്ക് ഹാപ്പി ന്യൂ ഇയർ തന്നെ. ക്രിസ്സിനെ എനിക്ക് വലിയ ഇഷ്ടമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ. കാരണം ക്രിസ് എപ്പോഴും എന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിസ്സിനെ വലിയ ഇഷ്ടമാണ്. നമ്മുടെ ജാഫർ പറയുന്നുണ്ട് തങ്ങൾക്ക് കിട്ടാത്തത് മറ്റുള്ളവർക്ക് വേണ്ട, അതാണ് SNDP NSS പോലുള്ളവരുടെ നിലപാട് എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പള്ളുരുത്തിയിൽ നിന്ന് ശ്രീ പീതാംബരൻ എന്നോടൊപ്പം ചേരുന്നു. ശ്രീ പീതാംബരൻ, അവിടെ വലിയ ആഘോഷം നടക്കുകയല്ലേ പള്ളുരുത്തിയിലൊക്കെ? അതെ അതെ അതെ. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കാൻ ശ്രീ പീതാംബരൻ അവിടെ പപ്പഞ്ഞിയൊക്കെ കത്തിക്കാൻ വേണ്ടി പോകുന്നുണ്ടോ? ന്യൂ ഇയർ ആഘോഷം ഇപ്പോഴേ തുടങ്ങിയല്ലോ. തുടങ്ങിക്കഴിഞ്ഞു. ആ, പപ്പഞ്ഞിയെ കത്തിക്കാൻ പോകുന്നുണ്ടോ രാത്രി? പപ്പഞ്ഞി ഇപ്പൊ 3 സ്ഥലത്തുണ്ട്. 3 സ്ഥലത്ത്. ഒന്ന് ഫോർട്ട് കൊച്ചി, പള്ളുരുത്തി, കച്ചേരിപ്പടി. ആ, അപ്പോൾ ഏത് പപ്പഞ്ഞിയെ പീതാംബരൻ കത്തിക്കാൻ പോകുന്നു? പള്ളുരുത്തിയിലാണോ അതോ മറ്റു സ്ഥലത്തേക്ക് പോകുമോ? കച്ചേരിപ്പടിയാണ്. അതാണ് അങ്ങോട്ടോ പോകണം. ശരി. കാരണം ഫോർട്ട് കൊച്ചിയിലോട്ട് ചെന്നാലേ ആ, നമ്മൾ ശ്വാസം മുട്ടിപ്പോവും. അവിടെ ഭയങ്കര തിരക്കായിരിക്കും അല്ലേ? ഓക്കെ. അപ്പോൾ ശ്രീ പീതാംബരൻ, ഈ തർക്കമൊക്കെ കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു? ഇത് ഈ ഇടതു മുന്നണിയിൽ എന്തെങ്കിലും വിള്ളലുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതെ, പറഞ്ഞാനാണെങ്കിൽ ഞാനൊരു കാര്യം അങ്ങനെ തുറന്നു പറയാം. എനിക്ക് ഒരു മിനിറ്റ് തോന്നുന്നു. കാരണം ഇതിപ്പോ CPI എന്ന് പറഞ്ഞ സാധനം ഈ ഇവിടെ മുന്നണിയിൽ നിൽക്കുകയും ചെയ്യും, അവരുടെ ആവശ്യങ്ങളൊക്കെ നേടിക്കുകയും ചെയ്യും. പിന്നെ ഇപ്പൊ വെള്ളാപ്പള്ളി അത്ര നല്ല ആളെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ വെള്ളാപ്പള്ളി അല്ല ആരും ഒരു കാര്യം. അല്ല, പക്ഷേ അങ്ങ് പറയുന്നത് അവർ ആവശ്യം കഴിഞ്ഞ് നേടിക്കഴിഞ്ഞപ്പോൾ കുറ്റം പറഞ്ഞത്. പക്ഷെ അവർക്ക് വിമർശിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം വേണ്ടേ? ആയിക്കോട്ടെ, പാർട്ടി ജനാധിപത്യം ഉണ്ടല്ലോ. മുഖ്യമന്ത്രി ഏകാധിപതിയെ പോലെ പെരുമാറുന്നു എന്ന് CPM യോഗങ്ങളിൽ വന്ന വിമർശനത്തെ ശ്രീ പീതാംബരൻ എങ്ങനെ നോക്കി കാണുന്നു? അതൊരിക്കലും പറയാൻ പാടില്ല. എന്താ കാരണം എന്നറിയാമോ? അത് ആ സമയത്ത് എന്തെങ്കിലും ചെയ്താൽ അപ്പൊ പറയേണ്ടതാണത്. അല്ലാണ്ട് പിന്നീട് ഒരു അവസരം നോക്കി പാത്തിരുന്ന് പറയേണ്ടതല്ല. ഒരു വീട്ടിൽ പോലും വോട്ടിട്ട് 5 ആയിരുന്നെങ്കിൽ 2 വോട്ട് കിട്ടാത്ത പാർട്ടിയാണ് CPI. ആ പാർട്ടിയാണ് ഇനി ഇവരെ വിമർശിക്കുന്നത്. അത് ഞാൻ പറഞ്ഞത് ഇവരിത്തിരി ബുദ്ധിജീവികൾ കൂടുതലാണ് CPIക്ക്. എന്തെങ്കിലും പറഞ്ഞ് ഞങ്ങൾ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു. എന്തിനാണ് സാറേ ഇതിങ്ങനെയൊക്കെ ചെയ്യണത്? ഒരു മുന്നണി അടുത്ത 3-ാം കൂടെ കിട്ടുമെന്ന് പറയുമ്പോൾ അത് ആര് പറഞ്ഞാലും ഇയാളെ എന്തിനാണ് പറഞ്ഞത്? വിരോധിച്ചോ എന്നാ പറയണത്? അത് കിട്ടൂലെന്നാണോ പറയണത്? അതെത്ര അബദ്ധമാണോ പറയണത്? ശരി. അപ്പോൾ ഞാനിന്ന് വിചാരിക്കും നമ്മുടെ CPI നേതാവ് രാധാകൃഷ്ണൻ ചാത്തന്നൂർ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹം ഇന്ന് വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കാം, എന്തായാലും വിളിക്കാതിരിക്കില്ല. ശ്രീ മുഹമ്മദ് മഞ്ചേരി, അപ്പോൾ നമുക്ക് ശ്രീ മുഹമ്മദ് മഞ്ചേരിയിലേക്ക് പോകാം. ശ്രീ മുഹമ്മദ് മഞ്ചേരി, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എന്താണ് സംഭവിക്കുന്നത്? മുന്നണിക്കകത്ത് കലാപമാണോ ശ്രീ മുഹമ്മദ് മഞ്ചേരി? മനു സാറെ, എന്റെയും കുടുംബത്തിന്റെയും ഹൃദയംഗമായ പുതുവത്സരാശംസകൾ നേരുന്നു. ശ്രീ മുഹമ്മദ് മഞ്ചേരിക്ക് നല്ലൊരു വർഷമാകട്ടെ. 2026 അതിനപ്പുറത്തുള്ള വർഷങ്ങളും എല്ലാം. ഓക്കെ, ആയിക്കോട്ടെ. പിന്നെ നമ്മളെ ബഹുമാന്യ വെള്ളാപ്പള്ളി ചില വാക്കുകളൊക്കെ പറയുന്നതൊക്കെ വളരെ മോശമായിട്ടാണ് വരുന്നത്. അപ്പൊ അതൊക്കെ മറ്റുള്ള ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക. ഒരാൾ എന്നോട് പറഞ്ഞു, നിങ്ങളൊക്കെ തോൽക്കാൻ കാരണം വെള്ളാപ്പള്ളിനെ കാറിൽ കയറ്റി നടന്നോട്ടെ മുഖ്യമന്ത്രി, അതുകൊണ്ടാണ് ഇത് തോറ്റത് എന്ന് പറഞ്ഞു. എന്തിനാണ് ഈ വെള്ളാപ്പള്ളിയെ കാർ കയറ്റി നടക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു? അതിൽ വിശ്വാസമല്ല എനിക്ക്. ഞാൻ പറയാൻ ഇപ്പൊ നിർത്താം. അത് ഈ വിശ്വാസമല്ല. അയാളെ കാറിൽ കയറ്റി വെച്ചാൽ അയാളെ കാറിൽ കയറാൻ അയാൾ മകൻ തന്നെയാണ്. പിന്നെ ആരും ഒരു കഥാസ്ഥലത്തിൽ കണ്ടാൽ ആരും കയറ്റും. അതിലിപ്പോ വെള്ളാപ്പള്ളി മാത്രമായിട്ടില്ല. എങ്കിലും കൂടി അയാളെ ചില വാക്കുകൾ ഇവിടെ പറഞ്ഞുകൊണ്ടാണ് നമ്മളപ്പുറത്തുള്ള ആള് എന്നോട് പറഞ്ഞത് ഇതാണ്, നിങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുന്നോളി കാറിലെ, എന്നാൽ അതുകൊണ്ടാണ് നിങ്ങൾ ഈ തോറ്റ. അപ്പുറത്തുള്ള ആള് LDF കാരനാണോ UDF കാരനാണോ? അത് UDF കാരൻ. ശ്രീ മുഹമ്മദ് CPM കാരനാണെങ്കിലും അയൽക്കാരും സുഹൃത്തുക്കളും ഒക്കെ UDF കാരാണ് അല്ലേ? വലിയ സന്തോഷത്തിലുമാണ് സാറേ. ശരി, ഓക്കെ. അപ്പോൾ ശ്രീമതി ജയ എന്നോടൊപ്പം ചേരുന്നു കൊല്ലത്ത് നിന്ന്. ശ്രീമതി ജയ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിയുടെ തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരം എന്നാണ് CPI സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. ഇടതുമുന്നണിയെ സ്നേഹിച്ച വിവിധ വിഭാഗങ്ങളിൽ ശക്തമായ വിമർശനം നിലനിൽക്കുന്നു. ഇതൊക്കെ പറയുകയാണ് CPI. ഇതിനെയാണ് വെള്ളാപ്പള്ളി വിമർശിച്ചിരിക്കുന്നത്. വെള്ളാപ്പള്ളിയുടെ വിമർശനം ഉൾക്കൊള്ളണോ അതോ വിമർശനം തള്ളിക്കളയണോ? നമസ്കാരം മനു. നമസ്കാരം. ഹാപ്പി ന്യൂ ഇയർ മനു. യെസ്, ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഭർത്താവിനെ അറിയിക്കണം എൻ്റെ എല്ലാവിധ ആശംസകളും. ഫോർ യുവർ ഫാമിലി ആൻഡ് എൻ്റയർ ടീം ഓഫ് ന്യൂസ് 18. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ ബൈ. മനു, ഇത് പറയുവാണെങ്കിൽ ഈ വെള്ളാപ്പള്ളിക്ക് ഈ CPM കൂടെ ചേർന്ന് നിന്ന്
ആരെയും കുറ്റപ്പെടുത്താൻ ഒരു യോഗ്യതയില്ല. പുള്ളി ഏത് പാർട്ടിയിലാണ് നിൽക്കുന്നത്, പുള്ളിയുടെ മകൻ ഏത് പാർട്ടിയിലാണ് നിൽക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഞാനൊരു ഈഴവ കുടുംബാംഗമാണ്. അതുകൊണ്ട് ഈ പുള്ളിയെ അംഗീകരിക്കുന്ന ഒരു പ്രശ്നവും എനിക്കില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചാൽ നമ്മളാരും വോട്ട് കൊടുക്കാനും പോകുന്നില്ല. CPM ജയിക്കുകയോ തോക്കുകയോ വെള്ളാപ്പള്ളിക്ക് ഈഴവ സമുദായ അംഗങ്ങൾക്കിടയിൽ സ്വാധീനമൊന്നും ഇല്ലെന്നാണ് ശ്രീമതി ജയ പറയുന്നത്. എനിക്കറിഞ്ഞൂടാ, എന്റെ മനസ്സിലിരിപ്പ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്റെ ഹസ്ബൻഡിന്റെ കാര്യവും എന്റെ കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. രണ്ടുപേരും വെള്ളാപ്പള്ളിക്ക് രണ്ടുപേരും വെള്ളാപ്പള്ളിക്ക് എതിരല്ല. പുള്ളിയുടെ പല തത്വങ്ങളൊന്നും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതല്ല മനു. നമ്മളൊക്കെ ഈ കൊല്ലം എന്ന് വെച്ചാല് SNDPയുടെ ഈ കിലോ ആണ്. അവിടെ വന്ന് നമ്മളൊക്കെ ഞങ്ങളുടെ പൂർവികര് ഈ SNDP ശാഖയ്ക്കൊക്കെ വേണ്ടി എന്തുമാതിരി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് എന്റെ അച്ഛനും അമ്മയും ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ ഒരുമാതിരി കുരങ്ങന്മാരെ നോക്കുന്ന പോലെ നോക്കിയിട്ട് കാര്യമില്ല മനു. അപ്പൊ അവർക്ക് നമുക്ക് ഒരു സ്വാധീനം ഉണ്ടല്ലോ. നമുക്ക് ഇവിടെ ഇപ്പൊ SN കോളേജില് നമ്മുടെ അച്ഛൻ എന്റെ ഫാദറിന്റെ വീട്ടുകാരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഇവിടെ കൊല്ലത്തെ SN കോളേജൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതൊക്കെ വെച്ച് ആലോചിച്ച് നോക്കുമ്പോ ഇയാള് വന്ന് എന്തൊരു വിടുവായിട്ടോ ഈ പറയുന്നത്. പുള്ളി പറഞ്ഞ പുള്ളിക്ക് വോട്ട് ചെയ്യുന്ന ആരും വോട്ട് ചെയ്യത്തില്ല. ഒരു 80% SNDPക്കാരും പുള്ളിക്ക് എതിര് തന്നെയാണ്. പിന്നെ ഇപ്പൊ ഇവര് തമ്മിലുള്ള CPIയും CPMഉം തമ്മിലുള്ള ഇതില് പുള്ളി പറയുന്ന ഒരു 10 വർഷം പുള്ളി എല്ലാം അനുഭവിച്ചിട്ട് പിന്നെ കുത്തി പറയുന്നെന്നാ പറയുന്നത്. അപ്പൊ ഇയാള് 10 കൊല്ലം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അയാളെന്താ വയനാടും മലപ്പുറവും കാസർഗോഡും കോളേജ് ഉണ്ടാക്കാനായിട്ടുള്ള അനുവാദം മേടിച്ചെടുക്കാൻ അതിന് മുന്നേ കോൺഗ്രസ്സുകാർ ഭരിച്ചപ്പം കിട്ടിയില്ല എന്നുള്ളത് ഈ 10 വർഷവും കൂടെ പറഞ്ഞ് പുള്ളി ജയിക്കാനായിട്ട് നോക്കുമല്ലേ? അതല്ലല്ലോ അതിന്റെ ശരി. 10 വർഷം കൊണ്ട് പുള്ളിക്കാരൻ എപ്പോഴും ഇദ്ദേഹത്തിന് സപ്പോർട്ട് പറഞ്ഞുകൊണ്ട് നിൽക്കുക. മൂന്നാമത് കയറുമ്പോ ഒരു 5 വർഷം കഴിയുമ്പോൾ പുള്ളി എന്തായിരുന്നു അതിനൊക്കെ ഒരു കോളേജിനൊക്കെ ഒരു അനുവാദം വാങ്ങിച്ചെടുക്കേണ്ടതല്ലായിരുന്നോ? ഓക്കെ, വ്യക്തമാണ്. അപ്പൊ എല്ലാവർക്കും കുടുംബാംഗങ്ങൾക്കൊക്കെ എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. നമുക്ക് അടുത്ത വർഷം അടിച്ചു പൊളിക്കണം. ഓക്കെ ഓക്കെ. അപ്പൊ ശ്രീ ജയരാജൻ കാടാമ്പുഴയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. നമ്മുടെ അഹമ്മദ് ബാബ ഇന്ന് കണ്ടില്ലല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നു. കാടാമ്പുഴ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് അഹമ്മദ് ബാബയാണ് ഓർമ്മ വരുന്നത്. ശ്രീ ജയരാജൻ. അപ്പൊ കാടാമ്പുഴക്കാർ എന്താണ് ശ്രീ ജയരാജൻ പറയുന്നത്? സുഖമാണ്. അവിടെ എങ്ങനെയാണ് ക്രിസ്മസ് മറ്റേ ഹാപ്പി ന്യൂ ഇയർ ആഘോഷമൊക്കെ ഉണ്ടോ? ഗംഭീരമാണോ? ഇവിടെ തീരദേശ മേഖലയിലൊക്കെ നല്ല ആഘോഷമാണ് സാറേ. കാരണം ഈ പൊന്നാനി, തവനൂര്, താനൂര് ഭാഗങ്ങളിലൊക്കെ എല്ലാവരും നല്ല രീതിയിൽ ആഘോഷിക്കുകയാണ്. കിട്ടുന്ന അവസരങ്ങൾക്ക് നല്ലവരെ ആഘോഷിക്കട്ടെ. അതാണല്ലോ നമുക്ക് വേണ്ടത്. അതുപോലെ തിരിച്ചും സാറിനും സാറിന്റെ കുടുംബത്തിനും ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ. ഹാപ്പി ന്യൂ ഇയർ. ഈ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ശ്രീ ജയരാജൻ? സാറേ, മൂപ്പറുടെ ചില സമയത്ത് മൂപ്പറുടെ ഡയലോഗൊക്കെ നമ്മൾക്ക് ചിലപ്പോൾ നമുക്ക് ദഹിക്കാതെ വരുന്ന ഒരു സംഗതിയുണ്ട്. ഒട്ടും ദഹിക്കുന്നില്ല, ചിലപ്പോൾ അങ്ങ് ദഹിക്കാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് നമ്മളൊക്കെ മലപ്പുറം ജില്ലയിൽ നിൽക്കുന്നവരാണല്ലോ. അപ്പൊ അങ്ങനെ ചില പരാമർശങ്ങളൊക്കെ വലിയൊരു സംഭവമാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഒന്ന് സംയമനം പാലിക്കണമെന്നാണ്. തീർച്ചയായിട്ടും നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, അവർക്ക് ദഹിക്കുന്ന രീതിയിൽ നമ്മളൊക്കെ ഉണ്ടെങ്കിലല്ലേ ഇവരൊക്കെ ഉള്ളൂ. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ പുരുഷോത്തമൻ എന്നോട് ഇപ്പം ചേരുന്നത് കണ്ണൂരിൽ നിന്നാണ്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ പുരുഷോത്തമനിലേക്ക് വരാം. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ രേഷ്മ രാജേഷ് എന്നോട് ഹലോ മനു സാർ സുഖമാണോ, എൻ്റെയും കുടുംബത്തിൻ്റെയും ഹാപ്പി ന്യൂ ഇയർ വിഷസൊക്കെ തരുന്നു. രേഷ്മ രാജൻ എന്ന് പറഞ്ഞ പേര് യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടൻ വിളക്തലയാണ്. അപ്പോൾ കുട്ടൻ വിളക്തല എവിടെയാണ് പോയത്? കുട്ടൻ ഞാൻ എത്ര കാലമായി അന്വേഷിക്കുന്നു, യൂട്യൂബിൽ ഒരു പരാമർശവും കാണുന്നില്ലല്ലോ. നമ്മുടെ സ്ഥിരം പ്രേക്ഷകനായിരുന്നു. അവർ മോളുടെ പേരായിരിക്കും എനിക്ക് തോന്നുന്നത്, രേഷ്മ എന്നൊക്കെ കണ്ടപ്പോൾ. ഓക്കെ, അപ്പോൾ മക്കൾക്കൊക്കെ സുഖമായിരിക്കുന്നത് വെച്ചാൽ അപ്പോൾ കുട്ടൻ വിളക്കത്തല വലിയ ആഘോഷത്തിനുള്ള തയ്യാറെടുപ്പ്. ഏതായാലും എനിക്ക് ഇന്ന് 2 ചുവന്ന ഹൃദയമൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് 3 ചുവന്ന ഹൃദയം അയക്കുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് 3 ചുവന്ന ഹൃദയം അയച്ചു. അപ്പോൾ ഞാൻ 4 ചുവന്ന ഹൃദയം തരാം. ഓക്കെ, അരുന്ധതി എന്നോടൊപ്പം ചേരുന്ന, അപ്പോൾ എനിക്ക് ഒരു ചുവന്ന ഹൃദയം അയച്ചിട്ടുണ്ട്. അപ്പോൾ അരുന്ധതിക്ക് 2 ചുവന്ന ഹൃദയങ്ങൾ. അപ്പോൾ സെബീന സുൽഫി പറയുന്നു, this type of conflicts in political leaders and religious leaders might degrade our system into കക്കിസ്റ്റോക്രോസി എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഭരണ സംവിധാനത്തെ, ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കാൻ ഇത്തരം സംവിധാനങ്ങൾ വന്നാൽ ഈ സാധിക്കും, അല്ലെങ്കിൽ അതിലേക്ക് വഴിവെക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുന്നു ജയകുമാർ. പിന്നെ എന്നോട് രഘുനന്ദനൻ പറയുന്നു, ചതിയൻ ചന്തു ആരാണെന്ന് പൊതുജനം വിലയിരുത്തട്ടെ എന്ന് രഘുനന്ദനൻ എന്നോട് പറയുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോത്തങ്കോടുണ്ട്. ശ്രീ ഉണ്ണികൃഷ്ണൻ പോത്തങ്കോട്, എനിക്കൊന്ന് ടെലിഫോൺ
ലൈനിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ശ്രീ പുരുഷോത്തമൻ കൂടിയുണ്ട് കണ്ണൂരിൽ നിന്ന്. ശ്രീ പുരുഷോത്തമൻ, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ശ്രീ പുരുഷോത്തമൻ കണ്ണൂരിൽ എവിടെയാണ് സ്ഥലം? മാട്ടൂൽ. മാട്ടൂൽ. ഓക്കെ. അപ്പോൾ ശ്രീ പുരുഷോത്തമൻ, ഈ പിണറായി വിജയനാണ് തോൽവിക്ക് കാരണം എന്ന CPI വിലയിരുത്തലിനെ കണ്ണൂരുകാരനായ ശ്രീ പുരുഷോത്തമൻ, മാട്ടൂലുകാരനായ ശ്രീ പുരുഷോത്തമൻ എങ്ങനെയാണ് കാണുന്നത്? ഒരു ഭരണത്തിന്റെ തലവൻ എന്ന നിലക്ക് തീർച്ചയായും പിണറായി വിജയൻ തന്നെയാണ് അതിന് കാരണക്കാരൻ. അപ്പൊ ഈ CPIക്ക് അങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കുന്നതിൽ തെറ്റുണ്ടോ, അതോ അവരത് പാടില്ലായിരുന്നോ? അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഈ വെള്ളാപ്പള്ളി പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. കാരണം അയാളുടെ ചരിത്രം അവിടെ നിന്ന് തുടക്കം മുതൽ ഇവിടെ വരെ എടുത്താൽ അത് മനസ്സിലാക്കാം. പക്ഷേ CPI എന്ന ഒരു പാർട്ടി തുടക്കത്തില് UDFുമായി കൂട്ടുചേർന്ന് ഒരു ഭരണം നടത്തിയിരുന്നു. അത് വളരെ പണ്ടല്ലേ? അന്ന് അച്യുതാനന്ദനിലെ ആ ഒരു മുൻ മുഖ്യമന്ത്രി ജീവിതത്തിലും അച്യുതമേനൻ ഒരു നല്ല മുഖ്യമന്ത്രിയായുള്ള ലിസ്റ്റിൽപ്പെട്ട ഒരാളാണ് ആ അച്യുതമേനൻ. ആ മേനോൻ നയിച്ച ഒരു പാർട്ടിയാണ് CPI. അന്നത്തെ CPIക്ക് ഇന്ന് കാണുന്ന ഈ ലേബിള് CPI എന്ന ലേബിള് UDFന്റെ കൂട്ടത്തിൽ നിന്നപ്പോഴും കിട്ടിയതാണ്. ഒരു കാരണം അവര് പിന്നെ അന്ന് ആ ഭരണത്തിൽ അവർക്ക് UDFന്റെ ഭരണത്തില് എന്ത് കോട്ടങ്ങൾ ഉണ്ടായോ, എന്താണ് അവർക്ക് ദഹിക്കാതെ പോയോ എന്ന് മനസ്സിലാവുന്നില്ല. മറിച്ച് ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് പിന്നെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ കാര്യത്തില് CPI 0. ഇപ്പൊ ലേബർ കോഡിന്റെ കാര്യത്തിലും CPI 0. കാരണം അവർ മന്ത്രിസഭയിൽ ഒന്നും അറിയാത്ത ഒരു 0 നിൽക്കുന്നു. അങ്ങനെ പല ഘട്ടങ്ങൾ ഇങ്ങനെ കടന്നുപോയി. എന്നിട്ടും അവര് ഇങ്ങനെ ഇതൊക്കെ സഹിച്ചു നിൽക്കുമ്പം നമ്മൾക്ക് ചില സംശയങ്ങൾ ഉണ്ട് ജനങ്ങൾ. എന്താ അവർ ഇങ്ങനെ ഇതൊക്കെ കേട്ടിട്ടും ഒരു നല്ല പാർട്ടിയുടെ ഭരിച്ച് നല്ലൊരു പേരുണ്ടാക്കിയ പാർട്ടിയുടെ കൂടെ അങ്ങോട്ട് പോകാതെ എന്തുകൊണ്ട് അവർ ഇതിൽ തന്നെ പിടിച്ചു നിൽക്കുന്നു എന്നതാണ് പുരുഷോത്തമൻ പറയുന്നത്. അവര് മുന്നണി വിടണം, വിടണമെന്നല്ല. അപ്പൊ എപ്പോഴും അവര് ആ മുന്നണിയെ കുറ്റം പറയുമ്പോ ഇപ്പഴും നല്ലതെന്ന് പറയാനുള്ളൊരു കാരണം കൂടി അവർ പറയണ്ടേ. എവിടെയാണ് നല്ലത്, അവരുടെ പാർട്ടിക്ക് നല്ലത്, അല്ലെങ്കിൽ നേതാക്കന്മാർക്ക് എവിടെയാണ് അവർ ഈ പാർട്ടിയിൽ ചേർന്നിട്ട് ഒരു നല്ല ഒരു വ്യക്തിത്വം ഉണ്ടായത്, അത് മനസ്സിലാക്കണ്ടേ. അതെന്തുകൊണ്ട് അപ്പൊ നമുക്ക് അവരിലും ചില സംശയങ്ങളുണ്ട്, അത്രയേ ഉള്ളൂ. ശരി, വ്യക്തമാണ്. അപ്പൊ ശ്രീ ഉണ്ണികൃഷ്ണൻ പോത്തങ്കോട്. ശ്രീ ഉണ്ണികൃഷ്ണൻ, പറഞ്ഞോളൂ. ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ ഹാപ്പി ന്യൂ ഇയർ ആഘോഷമൊക്കെ ഗംഭീരമായി നടക്കുകയാണോ പോത്തങ്കോട്? ഇല്ല, ഇവിടെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് പിന്നെ ആഘോഷത്തിന്റെ സമയമല്ല. എല്ലാ ദിവസവും ന്യൂ ഇയർ ഹാപ്പിയാണ് അല്ലേ? ഇല്ലല്ല, അത് മാത്രമല്ല നമ്മളെ ഇപ്പോഴത്തെ സാഹചര്യം അറിഞ്ഞൂടെ? താങ്കൾക്ക് അറിയാത്ത വിഷയമൊന്നും എന്റെ ഇല്ലല്ലോ. വീട് പണി, ഞാനൊരു വീടിന്റെ നിർമ്മാണത്തിൽ ഇങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പൊ പിന്നെ എനിക്ക് ആ വീട് എനിക്ക് അടുത്തതായിരിക്കും എനിക്ക് ഹാപ്പി ന്യൂ ഇയർ അടുത്ത വർഷം. പിന്നല്ലാതെ ഞങ്ങൾ പുതിയ വീട്ടിലൊക്കെ കയറുമ്പോ ഞങ്ങൾക്ക് ഇനി ഒരു 5 മാസം കഴിയുമ്പോ ഞങ്ങൾ പുതിയ വീട്ടിലോട്ട് കിടക്കും. അപ്പോഴല്ലേ നമ്മളെ പിന്നെ ആ ഒരു അതെ അത് ഇപ്പോഴും പിന്നെ 4 പേർക്കൊപ്പം കൂടാന്നേ ഉള്ളൂ. പിന്നെ നമ്മളെ ചടയമംഗലത്തെ ഉണ്ണികൃഷ്ണന്റെ അടുത്ത് ചോദിച്ചടക്കമുള്ള ചോദ്യത്തോട് ഞാനും പ്രതീക്ഷിച്ചത് വെള്ളാപ്പള്ളിയെ ഇഷ്ടമാണോ എന്ന്. അല്ല, അതാണ് എന്റെ അടുത്ത് ചോദിക്കാനുള്ളതായിരുന്നു. വെള്ളാപ്പള്ളിയെ ഇഷ്ടപ്പെടാൻ എന്താ കുഴപ്പം? നമ്മളെ പ്രമുഖരായിട്ടുള്ള നമ്മളെ ഹാസ്യ താരങ്ങള് എല്ലാം ഒരുപാട് പേര് മരിച്ചുപോയി, കുറെ പേരൊക്കെ അപകടം പറ്റി കിടക്കുന്നു. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പൊ സിനിമയിലൊന്നും വലിയ കോമഡികളൊന്നുമില്ല, അറിയാല്ലേ. എല്ലാവരും ജഗതിയൊക്കെ പോയി, ജഗതിയുടെയൊക്കെ കാലങ്ങൾ കഴിഞ്ഞ്. പക്ഷെ ഇപ്പൊ ആകെ ഒന്ന് ചിരിക്കാനുള്ള എന്തെങ്കിലും കിട്ടുന്നത് ഈ മനുഷ്യന്റേതാണ്. നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ദയവ് ചെയ്ത് അത് ഇല്ലാതാക്കരുത്. കാര്യം അദ്ദേഹം നല്ലൊരു കോമാളി വേഷം കിട്ടുന്ന ഒരു വ്യക്തിയാണ്. അതിന്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ക്ഷമിച്ചോളാ. അദ്ദേഹത്തിന്റെ പ്രവൃത്തി രീതി എന്ന് പറഞ്ഞാൽ ഊതമ്പ അങ്ങോട്ടും ഉറിഞ്ചമ്പ ഇങ്ങോട്ടും എന്നുള്ളൊരു രീതിയാണ് അങ്ങനെയൊക്കെയുള്ളത്. വെറും ഈ 2 സമുദായ നേതാക്കന്മാരെയും ഒരു മനുഷ്യനും അംഗീകരിക്കാത്ത അവര് നാക്കെടുത്ത് വളച്ചു കഴിഞ്ഞാൽ ആ വളയ്ക്കുന്നവന്റെ ആ അന്ത്യമാണ് എന്നുള്ളത് നമ്മൾ ഇതിന് മുമ്പ് കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇവരെയൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. താങ്കൾക്കും ചാനലിനും താങ്കളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും നമ്മളെ കിരൺ ഭായിക്കും എന്റെ എല്ലാവിധമായ നല്ലൊരു ന്യൂ ഇയർ ആശംസകൾ ഞാൻ നേർന്നുകൊള്ളുകയാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ അതാണ് ഞങ്ങൾക്ക് അങ്ങോട്ടും പറയാനുള്ളത്. അപ്പോൾ നിസ
ഉത്തരം പറയുന്നത്, ഇടയ്ക്കുള്ള കമൻറ്റുകൾ വിട്ടുകളയുന്നത്. എന്താ അത് അങ്ങനെ പറയുന്നത് നിസ? ഞാൻ ഇതെല്ലാം വായിക്കുന്നുണ്ട്, അപ്പോൾ എൻ്റെ മുന്നിൽ വരുന്നതാണ് ഞാൻ വായിക്കുന്നത്. അപ്പോൾ ചിലതൊന്നും വരുന്നില്ല എന്നിങ്ങനെ പലരും പരാതി പറയുന്നത്. ഞാൻ ഒന്ന് ചെക്ക് ചെയ്യുക, എൻ്റെ കയ്യിലിരിക്കുന്നതിൽ വരുന്നതൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. അപ്പോൾ VC തോമസ് എന്നോട് പറയുന്നത്, ഹാപ്പി ന്യൂ ഇയർ മനു, വെള്ളാപ്പള്ളി ഒരു സാമുദായിക നേതാവാണ്. ഇതുപോലുള്ള സമുദായ നേതാക്കൾ പലരും പല ജനവിരുദ്ധ പ്രസ്താവനകളും വിഘടനവാദങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. അതൊന്നും നോക്കിയല്ല ജനം വോട്ട് ചെയ്യുന്നതെന്ന് VC തോമസ് എന്നോട് പറയുന്നു. അപ്പോൾ DRMP മണി എന്നോട് പറയുന്നത്, വൈരുദ്ധ്യങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിലൂടെയാണ് എല്ലാ പുരോഗതിയും ഉണ്ടാകുന്നത് എന്നാണ് വൈരുദ്ധ്യാത്മിക ഭൗതികവാദം. ഈ വൈരുദ്ധ്യങ്ങളും ഏറ്റുമുട്ടലും നല്ലതിനാകട്ടെ എന്ന് പറയുന്നു. എന്നോട് രാധിക പറയുന്നു, വെള്ളാപ്പള്ളി എന്ന വർഗീയ വിഷത്തെ തോളിലിട്ട് നടക്കുന്ന പിണറായി എരിഞ്ഞു ഒടുങ്ങുമെന്നാണ് പറയുന്നത്. ഓക്കെ, വാഴക്കുല ചിന്ത പറഞ്ഞ സെൽഫിയുടെ രാഷ്ട്രീയമാണ് അവനവൻ തോൽക്കാനുള്ള പ്രധാന കാരണം. കൂട്ടത്തിൽ തിരിയായി വെള്ളാപ്പള്ളി എന്ന് പറയുന്നു. അപ്പോൾ രഞ്ജിത്ത് എനിക്ക് ഇതൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഷാജി എന്നോടൊപ്പം ചേരുന്നു, പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ ഷാജി. ഹലോ, നമസ്കാരം. നമസ്കാരം. ഈ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഈ തർക്കം ഇങ്ങനെ മുറുകുകയാണ്. അപ്പോൾ CPIയുടെ ഒരു പ്രതികരണം അതിര് കവിഞ്ഞു പോയോ ശ്രീ ഷാജി? സാറേ, ചതിക്കാത്ത ചന്തു ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മൂക്കായ. ശരി, അല്ലെ, 100% ഉറപ്പാണ്. ഇവിടെ ചതിയൻ ചന്തു ആരാണെന്നാ ചോദിക്കുന്നത്. ഇവിടെ യഥാർത്ഥ ചതിയൻ ചന്തു വെള്ളാപ്പള്ളി തന്നെ. അത് ശരി. അദ്ദേഹത്തിന്റെ ആ പെരുമാറ്റം കാണുമ്പോഴേ അറിയാം. ഇവിടെ തന്നെ ഇപ്പം തന്നെ നമ്മുടെ SNDPയുടെ ഒരുപാട് ആൾക്കാർ വിളിച്ചു. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പിന്തുണ കിട്ടിയിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ പെരുമാറ്റം ഇതൊരിക്കലും നല്ലതല്ല. CPIയുടെ അണികളാണെങ്കിൽ 100% ഇത്തവണ CPM-നെ തോൽപ്പിക്കുകയും ചെയ്യും. ബിനോയ് വിശ്വനാഥിനെ ഇല്ലെങ്കിൽ അവരോട് കാണിക്കുന്ന ഈ ക്രൂരത അവസാനിപ്പിച്ചില്ല എങ്കിൽ അദ്ദേഹം പാർട്ടി വിട്ട് കോൺഗ്രസിലോ BJPയിലോ ചേർന്നിരിക്കുകയും ചെയ്യും. ശരി, ഓക്കെ, വ്യക്തമാണ് അഭിപ്രായം. ശ്രീനിവാസൻ തിരുവനന്തപുരത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ശ്രീനിവാസൻ. ഈ വെള്ളപ്പള്ളിക്ക് നാണാവില്ലേ ഇങ്ങനെ ഈ പിണറായി വിജയന്റെ മൂട് താങ്ങി നടക്കാനായിട്ട്? മുഖ്യമന്ത്രിയല്ലേ? അപ്പൊ മുഖ്യമന്ത്രിയുടെ കൂടെ കാറിലൊക്കെ ഒരു ഗമയ്ക്ക് പോയിക്കൊണ്ട് എന്താ തെറ്റെന്താ? സാറേ, ഇയാൾക്ക് എന്തിന്റെ കേള? ഉമാ തോമസിന്റെ തെരഞ്ഞെടുപ്പ് മുതൽ പറയുന്നത് പിണറായി വരും LDF വരും. 6 തെരഞ്ഞെടുപ്പുകൾ തോറ്റ് തൊപ്പിട്ടിരിക്കുന്നു പിണറായി വിജയൻ. ഇപ്പോഴത്തെ ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എല്ലാവരും തൊപ്പിട്ടിട്ടും പറയുന്നു പിണറായി വരും. അയാൾ പറഞ്ഞുകൊണ്ടിരിക്കണം, എന്നാലേ പിണറായി വരാണ്ടിരിക്കുള്ളൂ. ഇയാൾക്ക് നാണാവില്ലേ? ഈ SNDPക്കാർക്ക് ഇവനെ ചോന്ന് നടക്കാൻ നാണാവില്ലേ? ഇവനൊക്കെ കഴുത്ത് പിടിച്ച് പുറത്താക്കേണ്ട കാലം കഴിഞ്ഞു. നാവെടുത്ത വളരെ മോശമായിട്ടുള്ള നെഗറ്റീവ് അല്ലാണ്ട് ഇയാൾ പറയില്ല. ഇയാൾക്ക് മോശപ്പെട്ട് ഇയാളാണ് ശരിയായിട്ടുള്ള ചതിയും ചന്തു, അല്ലാണ്ട് വേറെ CPIക്കാരൊന്നുമില്ല. CPIക്കാർ ഇപ്പൊ തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു വെള്ളപ്പള്ളിനെ ഇങ്ങിച്ച് ചുമക്കാൻ പറ്റില്ല, ഇങ്ങിച്ച് ചുമന്നാ നമ്മള് ഇവിടെ ഫെയർ ആയിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ പിണറായിക്ക് ഇത് മനസ്സിലായി ഇല്ല, എന്തിന്റെ സൂക്കടാന്ന് പിണറായിക്കുമ്പോ മനസ്സിലാവില്ല. അടുത്ത തെരഞ്ഞെടുപ്പ് നിയമസഭയിൽ പറയും പിണറായി വരും. കൃത്യമാണ്. അപ്പൊ ശ്രീ വിജയൻ കൊല്ലത്താണ് വിളിക്കുന്നത്. ശ്രീ വിജയൻ, നമസ്കാരം. ഈ SNDPയുടെ വലിയ കേന്ദ്രമാണ് കൊല്ലം. കൊല്ലത്തെ ആളുകളൊക്കെ ഈ തർക്കമൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടോ ശ്രീ വിജയൻ? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? ഇവിടെ എനിക്ക് ഇപ്പൊ ഇതിനെ കുറിച്ച് പറയാനുള്ളത് പറഞ്ഞു സാറേ, ഇത് ആർഷക്കറിന്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ SNDP കൂടുതൽ കോളേജുകളും സ്കൂളുകളും എല്ലാം അദ്ദേഹത്തിന്റെ കാലത്താണ് ഉണ്ടാക്കിയത്. ഞാൻ കോൺഗ്രസ്സുകാരനല്ല, പക്ഷേ അദ്ദേഹത്തിന്റെ കാലത്താണ്. ഇപ്പൊ തന്നെ ഈ മലപ്പുറത്ത് സ്ഥലമുണ്ട്, ഭൂമിയുണ്ട്. ഒരു ഇത് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഒരു പെർമിഷൻ മേടിച്ച് കോളേജ് കെട്ടിക്കൂടായിരുന്നു. ഈ 10 കൊല്ലം ആയില്ലേ ഇപ്പം. ഈ 10 കൊല്ലത്തിനിടയ്ക്ക് അദ്ദേഹം ചോദിച്ച് മേടിച്ചുകൂടായിരുന്നു. എത്ര ഈ അവർക്ക് വേണ്ടി പ്രചരണം നടത്തിയ അനുസരിച്ച് നോക്കിയാൽ ഒരു 10-50 കോളേജുകൾ മേടിച്ചു കൊടുക്കണമായിരുന്നല്ലേ ഇത്രയും കാലം കൊണ്ട്, ഈ 10 കൊല്ലം കൊണ്ട്. അത്രത്തോളം പ്രചരണം നടത്തിയല്ലേ ഇവർക്ക് CPM-ന് വേണ്ടി ഈ മനുഷ്യൻ. ഞാൻ SNDPക്കാരനാണ് സാറേ. പറയാതിരിക്കുന്ന എങ്ങനെയായത്? ഇത് പറയാതിരിക്കാനൊക്കൂ? അപ്പൊ SNDPക്കാരൊക്കെ തന്നെ ഈ നേതാവിനെ ഇങ്ങനെ വിമർശിച്ചാൽ എങ്ങനെയാ ശ്രീ വിജയൻ? SNDPക്കാർ തന്നെ നേതാവിനെ ഇങ്ങനെ വിമർശിച്ചാൽ എങ്ങനെയാ? അല്ല, അത് പറയാതിരിക്കാനൊക്കത്തില്ല, അത് പറഞ്ഞേ പറ്റൂ. ഇത് ഇങ്ങനെ പോയാൽ ദിവസേന വന്നുകൊണ്ട് മൂന്നാമത് അയാൾ വരുന്നത് നമ്മളല്ലേ അനുഭവിക്കുന്നത്? ഈ പാവത്തങ്ങളല്ലേ സാറേ അനുഭവിക്കുന്നത്?
എന്തെല്ലാം കാര്യങ്ങളിൽ വിലക്കയറ്റവും കാര്യങ്ങളുമായിട്ട് നിൽക്കുന്നത്. അദ്ദേഹം എന്തെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ സ്വർണ്ണക്കൊള്ള പോലും ശ്രദ്ധിക്കുന്നില്ല, അങ്ങേരെ അറിയുന്നില്ല, അങ്ങേർക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഈ വകുപ്പ് മന്ത്രി പറയുന്നത് എന്നെ ഒന്നും അറിയിപ്പിച്ചിട്ടില്ല, ഞാൻ ഒന്നും അറിഞ്ഞില്ല, ഇതൊന്നും എനിക്ക് അറിയത്തില്ലെന്നാ പറയുന്നത്. എന്നോട് ആലോചിച്ചിട്ടല്ല ചെയ്യുന്നത്. ഇതിനൊക്കെ പറഞ്ഞാൽ ഇത് നമ്മൾ ഈ ഗവൺമെന്റ് തന്നെ വീണ്ടും വരണമെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്തുവാണ് സാറേ? അത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ അർത്ഥം? ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീധരൻ എന്നോടൊപ്പം ചേരുന്നത് ചേർത്തലയിൽ നിന്നാണ്. ശ്രീധരൻ, നമസ്കാരം സർ. നമസ്കാരം. ഈ ചേർത്തലക്കാരൊക്കെ ഹാപ്പി ന്യൂ ഇയർ വിപുലമായി ആഘോഷിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. അവിടെ എന്താ ആഘോഷമൊക്കെ എങ്ങനെയാ ചേർത്തലയിൽ? ചേർത്തലയിൽ ആഘോഷമൊന്നുമില്ല സാറേ. ഇന്നത്തെ ആഘോഷം ഈ ചെറിയ ചന്തു ആരെന്നുള്ളതാ ഇന്നത്തെ ആഘോഷം. അത് സാറേ എന്ത് പറയാൻ, എനിക്ക് നേരിട്ടൊക്കെ അറിയാവുന്ന ഒരാൾ. അദ്ദേഹത്തിന്റെ വാർഡിൽ ജയിച്ചതാരാന്നറിയാവോ? UDF. പിന്നെ അത് അങ്ങനെ പറഞ്ഞാലൊന്നും ആരും കൂട്ടിയില്ല. ഇപ്പൊ അതിനകത്ത് ഒരു രസം എന്താ അറിയാമോ, എല്ലാ SNDPക്കാർക്കും ഞങ്ങൾക്കൊക്കെ മനസ്സിലായ ഒരു കാര്യമുണ്ട്. അച്ഛനും മകനും രണ്ടു സ്ഥലത്ത് നിൽക്കുക. മകൻ പിന്നെ NDAയുടെ കൂടെ നിൽക്കണോണ്ട് പിന്നെ ED പേടിക്കണ്ട, അച്ഛൻ ഇയാളുടെ കൂടെ നിൽക്കണോണ്ട് ഇവിടുത്തെ വിജിലൻസിനെ പേടിക്കണ്ട. ഇത്രയേ ഉള്ളൂ അങ്ങനെയുള്ള പൊളിറ്റിക്സ്. അതെ സാറേ, അല്ലാതെ വേറെ എന്തെങ്കിലും പൊളിറ്റിക്സ് എന്തെങ്കിലും എത്തിക്സ് ഉണ്ടോ? 70 ലക്ഷം 80 ലക്ഷം രൂപ ഒരു കോളേജിൽ അഡ്മിഷൻ പിന്നെ ഉദ്യോഗത്തിന് വേണ്ടി മേടിക്കുന്ന ഈ മഹാൻ ആരെ ചീത്ത വേണമെന്ന് ഇന്ന് മുഷ്ടി വീട്ടി വിളിക്കണ കണ്ടപ്പോ എനിക്ക് സത്യത്തിൽ ദയനീയമായി ഒരു അവസ്ഥയായി പോയി അങ്ങനെ കാണിച്ചത്. ഞങ്ങൾക്കാർക്കും അങ്ങനെ പറ്റുന്നുള്ള ഒരു ഇമേജും ഇല്ല. അങ്ങനെ ഞാൻ നിർത്തുന്നു. നമസ്തേ. ഓക്കെ, നമസ്കാരം. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ പ്രമോദ് നാണു എന്നോട് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ CPIക്ക് എന്ത് പ്രസക്തി എന്നാണ് ചോദിക്കുന്നത്. പ്രമോദ് നാണു, അങ്ങനെയല്ല, ഓരോ ചെറിയ രാഷ്ട്രീയ പാർട്ടിക്കും ഒരു പ്രസക്തിയുണ്ട്. അങ്ങനെ ഒരു മൾട്ടി പാർട്ടി സംവിധാനമാണ് നമ്മുടെ രാഷ്ട്രീയം. അപ്പോൾ അവരൊക്കെ എല്ലാ ചെറിയ ആളുകൾക്കും ചെറുതായാലും അവർക്കൊരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായത്തെ കൂടി ഉൾക്കൊള്ളുന്നതാണ് പൊതുവേ നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ദിര എന്നോട് പറയുന്നത് ന്യൂസ് 18 ടീമിന് ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ, പ്രത്യേകിച്ച് മനുവിന്, മഞ്ജുഷിന് ഒക്കെ, അഭിലാഷിനും രഞ്ജിത്തിനും. ഓക്കെ, അവർ നിഷ്പക്ഷമതികളാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെനിക്കിഷ്ടപ്പെട്ടു. ഇന്ദിരയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. അപ്പോൾ CPIക്ക് LDFിൽ എന്താണ് കാര്യം? പുറമ്പോക്കിലല്ലേ കിടപ്പ്, തല്ലുകൊണ്ടുള്ള കിടപ്പ് കാണുമ്പോൾ സങ്കടം, അച്യുത മേനോനെ ഓർത്തു പോകുന്നുവെന്ന് ശിവശങ്കരൻ പരിഹസിക്കുന്നു. ഓക്കെ, പ്രദീപ് ഇടുക്കിയിൽ നിന്ന്. ശ്രീ പ്രദീപ്. EMC വന്ന പിന്നെയാണ് ഈ പ്രശ്നം മുഴുവൻ തുടങ്ങിയത്. നമ്മുടെ വിനോദിച്ചതിനുള്ള കഴിവൊന്നുമില്ല. ഒരു സംസാരിക്കാൻ പുറത്തു കിടന്ന് എന്തെങ്കിലും പറയാം, അർത്ഥമൊന്നും പറയുന്നില്ല. പഴയ നേതാക്കന്മാരായ ചന്ദ്രപ്പന അങ്ങനെയൊക്കെ ആൾക്കാരുണ്ടായിരുന്നല്ലോ, ചടയം ഗോവിന്ദൻ, സത്യമായിട്ട് നേതാക്കളായിരുന്നു. പോയില്ലേ? ഇതിപ്പോ അങ്ങോട്ടും തരുമ്പോ തെല്ലി ലാസ്റ്റ് കുറച്ച് ആള് കഴിയുമ്പോണ്ടല്ലോ നമ്മുടെ അടുത്ത് കട കാരണൊരു പണ്ട് ഉദ്ഘാടനം ചെയ്തു. ഈ പ്രസ്ഥാനം ശാഖോപശാഖകളായി പിരിഞ്ഞ് പടർന്ന് നിലം പൊട്ടട്ടെ എന്ന് ആഗ്രഹിച്ച പോലെ ഇത് തീർന്ന് എല്ലാം അടിച്ചു പിടിച്ച് പോകുള്ളൂ. അത് വേറെ ഒന്നുമില്ല. ശരി, വ്യക്തമാണ്. അപ്പോൾ എനിക്കിന്നൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യമുണ്ട്. നമ്മുടെ KRK ജോർജ് എന്നോട് പറയുന്ന അദ്ദേഹം ന്യൂസിലാൻഡിൽ ഇരുന്നാണ് പൊതുവേദി കാണുന്നത്. ഞാൻ ന്യൂസിലാൻഡിലെ ഒരു പൊതുവേദി പ്രേക്ഷകനാണ്. ഹാപ്പി ന്യൂ ഇയർ, 4:30 ന്യൂ ഇയർ ആയി എന്ന് പറയുന്നു. അപ്പോൾ ശ്രീ ജോർജിനും കുടുംബത്തിനുമൊക്കെ ആ ന്യൂസിലാൻഡിലെ മലയാളികളല്ല എല്ലാ ആളുകളും, ശ്രീ ജോർജിൻ്റെ അവിടുത്തെ ജോലി സ്ഥലത്തെ ആളുകൾ, നെയ്ബേഴ്സ്, അങ്ങനെ എല്ലാവർക്കും ഞാൻ ഇവിടുന്ന് എൻ്റെ ഹാപ്പി ന്യൂ ഇയർ, ഞങ്ങളുടെ ന്യൂസ് 18 ഹാപ്പി ന്യൂ ഇയർ അറിയിക്കുകയാണ്. അപ്പോൾ ന്യൂസിലാൻഡിലിരുന്ന് പൊതുവേദി കാണുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു സന്തോഷം. അപ്പോൾ ശ്രീ ജോർജിന് ഞങ്ങൾ എല്ലാവിധ ആശംസകളും നേരുകയാണ്. വെരി വെരി ഹാപ്പി ടു ഹിയർ ഫ്രം ന്യൂസിലാൻഡ് മിസ്റ്റർ KRK ജോർജ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് അസ്. അപ്പോൾ ബിജു എന്നോട് പറയുന്നു CPIക്ക് എതിരഭിപ്രായമുണ്ടെങ്കിൽ അത് മുന്നണിയിൽ ചർച്ച ചെയ്യാനുള്ള ധൈര്യം കാണിക്കണം. വെള്ളാപ്പള്ളി വെറുതെ CPIയെ ചൊറിയാൻ പോകേണ്ട ഒരു കാര്യവുമില്ല എന്ന് എന്നോട് പറയുന്നു. അജിത് കുമാർ പറയുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം ഭരണപരാജയമല്ലെന്ന് CPIM പറയുമ്പോൾ അത് രാഷ്ട്രീയം മനസ്സിലാക്കാൻ പറ്റാത്ത CPI LDFിൽ നിന്നും പുറത്തു പോകുന്നതാണ് നല്ലത് എന്ന് പറയുന്നു. വെള്ളാപ്പള്ളിയുടെ വാക്കുകൾക്ക് വലിയ വില നൽകേണ്ടതില്ല, എന്നിരുന്നാലും ഇന്ന് പറഞ്ഞതിൽ സത്യമുണ്ട്. CPIമിനെ ചവിട്ടിയും കുത്തിയും കൊണ്ട് LDFിൽ തുടരുന്നത്, CPIമിൻ്റെ ചവിട്ടും കുത്തും കൊണ്ട് LDFിൽ തുടരുന്നത് കൊണ്ട് LDFിൽ തുടരുന്ന നട്ടലില്ലാത്ത CPIക്ക് വിമർശനങ്ങൾ പറയും ഇടയ്ക്ക് എന്നും പറയുന്നുണ്ട്. ഏതായാലും എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്. ഞാനൊരു ചെറിയ ഇടവേള എടുത്ത് പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്.
അപ്പോൾ ലോകമെമ്പാടും ഹാപ്പി ന്യൂ ഇയർ സെലിബ്രേഷൻസ് ഇങ്ങനെ വരികയാണ്. ചിലയിടത്തൊക്കെ പുതുവർഷം പിറന്നു കഴിഞ്ഞു. കിരിബാത്തിൽ പുതുവർഷം പിറന്നു കഴിഞ്ഞു. പിന്നെ ന്യൂസിലാൻഡിൽ നിന്ന് എന്നോട് KRK ജോർജ് പറയുന്ന അദ്ദേഹം അവിടെയും പുതുവത്സരം പിറന്നു കഴിഞ്ഞു. അവിടെയൊക്കെ വലിയ ആഘോഷമാണ്. എന്നാൽ ആ ആഘോഷത്തിനിടയിലും നമ്മുടെ പൊതുവേദി കാണുന്നു എന്ന് അറിയുമ്പോഴുള്ളൊരു സന്തോഷം ആണ് അത്. അപ്പോൾ പലയിടത്തും ആളുകൾ പുതിയ വർഷത്തെ വരവേറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മളും കുറച്ച് കഴിഞ്ഞാൽ പുതിയ വർഷത്തെ വരവേൽക്കും. അപ്പോൾ ഇതാണ് സദാശിവൻ എന്നോട് പറയുന്നത്. വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ വലിയ വില നൽകേണ്ടെന്ന് പറയുന്നു. VC തോമസ് പറയുന്നു CPI-ക്കാർക്ക് പുറത്ത് കിടന്ന് വിമർശനം ഉന്നയിക്കും, നേരെ നോക്കി പറയാനുള്ള ധൈര്യം ഇല്ല എന്നും പറയുന്നു. അനിയൻകുട്ടൻ എന്നോടൊപ്പം ചേരുന്നു പത്തനംതിട്ടയിൽ നിന്നാണ്. ശ്രീ അനിയൻകുട്ടൻ, നമസ്കാരം. തോൽവിക്ക് കാരണം മുഖ്യമന്ത്രിയാണ് എന്ന് CPI പറഞ്ഞാൽ അത് ചതിയൻ ചന്തുവിൻ്റെ പണിയായി പോകുമോ? സംശയം എന്താ പറയാതെ CPI ഒക്കെ ഓരോ കാര്യം പറഞ്ഞാൽ അന്നും കേൾക്കിയാൽ ഇന്നും കേൾക്കിയാല, നാളെ കേൾക്കിയാൽ നാളെ കേൾക്കിയാല. അവരൊക്കെ CPI എന്ന് പറയുന്ന സാമാന്യത്തില് ഇന്ത്യയിലെ ഏറ്റവും വലിയ നല്ലൊരു പാർട്ടിയാണ്. അവരൊക്കെ കാര്യങ്ങളൊക്കെ പഠിച്ച് പറയുന്നവരൊക്കെ അത് ആ പാർട്ടിയെപ്പെട്ട ഒരു അഴിമതിക്കാരുണ്ട്. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. പക്ഷെ അവരൊക്കെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഴിമതി ആരല്ലോ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ഇപ്പൊ ഈ പിണറായി വിജയന്റെ കൂട്ടർ എന്താ ഇവിടെ ഒന്ന് കാണിക്കുന്നത്? എന്താ കിടന്ന് കാണിക്കുന്നത്? ഈ ശബരിമല കൊള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയ കാര്യമാണോ സാറേ? അത് നമ്മൾ നല്ല ചോദിച്ചു, എന്താ ഈ കിടന്ന് കാണിക്കുന്നത്? ഇന്ന് കള്ളം പറഞ്ഞ് ഈ ഇതിനകത്ത് വേറെ കാര്യമുണ്ട്. ഈ ബംഗാളിലും ഈ തിരുവല്ലും പറ്റിയ പറ്റാതിരിക്കാൻ വേണ്ടി നീ എന്ത് മെല്ലും കാണിച്ചു നമ്മളല്ലേ പരിചയണ്ടിരിക്കുന്നത് കാണി. ഇങ്ങനെ ഇവരെ നിയന്ത്രിക്കാതെ ഈ നേതാക്കന്മാർക്ക് കൊടുത്തൊരു അവസരമാണിത്. നീ ഉണ്ടായിക്കും, ഇഷ്ടം പോലെ ഉണ്ടായിക്കും, അവന്മാരുണ്ടാക്കി. നീ അമ്പലത്തിലാണെങ്കിലും കൊള്ളയടിച്ചു നീ ഉണ്ടായിക്കും. ഞാനല്ലേ ഭരിക്കുന്നേ, പിണറായിനാ ഭരിക്കുന്നേ. അവിടെ ആരും ഒരു കേസ് കെട്ടിന് ഒന്നും വരികയെന്നുള്ളത് രാഷ്ട്രീയം വ്യക്തമാണ്. അപ്പോൾ എന്നോട് അമ്പാടി പറയുന്നത് വെള്ളാപ്പള്ളി എല്ലാവരെയും കുറ്റം പറയും, പക്ഷേ BJPക്കെതിരെ മിണ്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നോടൊപ്പം പ്രസന്നൻ ചേരുന്നുണ്ട് മാളയിൽ നിന്ന്. ശ്രീ പ്രസന്നൻ, കേൾക്കാമോ? കേൾക്കാം സാർ, കേൾക്കാം. അപ്പോൾ ഈ തൊപ്പി എനിക്ക് ചേരില്ല എന്ന് CPI പറയുന്നു, ഞങ്ങൾക്ക് ചേരില്ല എന്ന് പിന്നെ നമ്മുടെ ബിനോയ് വിശ്വം പറയുന്നു. അപ്പോൾ വെള്ളാപ്പള്ളിയുടെ പരാമർശം അതിര് കഴിഞ്ഞു പോയോ എന്നൊരു സംശയം വരുന്നുണ്ടോ എവിടെയെങ്കിലും? ഹാപ്പി ന്യൂ ഇയർ സാർ. ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ എനിക്ക് എന്റെ വീക്ഷണം, അതായത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് നമ്മുടെ നാവാണ്. ഈ നേതാക്കന്മാര് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് വെറുതെ ചൊറി മാന്തി വ്രണമാക്കുന്ന ഒരു രീതി, നേതാക്കന്മാർക്ക് നിലവാരമില്ലാത്ത ഒരു രീതിയിൽ പോകണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇപ്പൊ എനിക്ക് പലതരത്തിലാണ് പറയാം. ഞാൻ ആരുടെ ഏജന്റല്ല, എന്റെ പേരിൽ ആരെയും വിമർശിക്കും ഞാൻ. അതായത് ഇപ്പോ എന്ത് കാര്യത്തിന് വിനോയ് വിശ്വം ഇങ്ങനെ കാരിക്കേറ്റില്ല എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ ചെന്ന് പറഞ്ഞോ എന്നെ കാരിക്കേറ്റ് എന്ന് പറഞ്ഞു എന്നില്ലല്ലോ. അപ്പൊ പിന്നെ അത് പറയേണ്ട ആവശ്യമില്ല. ഒരു തെരഞ്ഞെടുപ്പ് 3-4 മാസം കഴിയുമ്പോൾ വരാനിരിക്കുന്ന സമയത്ത് ഈ എന്തൊക്കെ തന്നെ പറഞ്ഞാലും വെള്ളാപ്പള്ളി നടേശൻ ഒരു വ്യക്തിയല്ല. അങ്ങേര് പറഞ്ഞ വോട്ട് ചെയ്യൂലേ എന്നുള്ളതല്ല പ്രശ്നം. അങ്ങേരൊരു പ്രസ്ഥാനത്തിന്റെ ഹെഡാണ്. അപ്പൊ അത് ആ തരത്തിൽ എന്താ പറയാ, ഒരു അംഗീകാരം അങ്ങേർക്ക് കൊടുക്കേണ്ടതുണ്ട്. അങ്ങേര് പറയുന്ന പല പ്രസ്താവനകളോടും എനിക്ക് യോജിപ്പില്ല. പക്ഷെ അതുപോലെയാണ് ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവായ വൈക്കം വിശ്വൻ CPIയുടെ നേതാവൊക്കെ പറയുമ്പോ കാരിക്കേറ്റില്ല എന്ന് പറയേണ്ടതിന്റെ ആവശ്യമുണ്ടോ? അതായത് എന്തിനാണ് ഇവർ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ പറയാം, ശ്രദ്ധിക്കണം. അത് ലോകം മുഴുവൻ കേൾക്കേണ്ടതാ. ഞാൻ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 2000 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ അസംബ്ലി നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരു കുട്ടി ഇത് ശരി പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു അസംബ്ലിയിൽ ഒരു അവസാനം ഒരു എന്തെങ്കിലും ചർച്ചയൊക്കെ ഉള്ള സമയത്ത് ഒരു അച്ഛൻ സംസാരിക്കുന്ന സമയത്ത് ഒരു കുട്ടി കയറി പറഞ്ഞു, ഒരു കമന്റ് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു വായ സോപ്പിട്ട് കഴിയാന്ന്. എച്ചമ്മിന്റെ എളപ്പന്റെ മോനാണ് ഈ കുട്ടി. ഇന്ന് ആ കുട്ടി എന്നൊരു നേതാവൊക്കെയാണ്. അല്ല, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ വായ സോപ്പിട്ട് കഴുകാൻ പറയാൻ ഇവിടെ നിന്ന് നമ്മുടെ നാട്ടിൽ ആളില്ല. അതായത് ഇപ്പൊ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് പകലും മനസ്സിലാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഒരു ഹെലികോപ്റ്റർ, പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ വന്ന് താന്ന് എല്ലാവരും തള്ളാണ്ട് നമ്മുടെ ലോകം മുഴുവനും കണ്ടതാ. കുറെ ആൾക്കാർ പറഞ്ഞു താന്നിട്ടില്ലാന്ന്. അതെങ്ങനെ ശരിയാവും? അതുപോലെ പല പല കാര്യങ്ങളും. അതായത് വെറുതെ കയറി പറഞ്ഞ് ഇവരുടെ വില കളയാണ് ഇവർ സംസാരിച്ച്. സത്യമായിട്ട് പറയേണ്ട കാലം കഴിഞ്ഞു. ഏത് പാർട്ടിയിൽ പെട്ട ആളായാലും അത് ചെയ്ത് ശരിയല്ല എന്ന് പറയാൻ ആർജവമുള്ള നേതാക്കന്മാര് നമ്മുടെ നാട്ടിൽ ഉണ്ടാവേണ്ടതാണ്. നേതാക്കന്മാര് തന്നെ ആർജവമില്ലാത്ത രീതിയിൽ സംസാരിക്കും. പിന്നെ അവരെ ആരോടാ പറയണേ? ഈ മോന്തായം വളഞ്ഞാലിന് കേട്ടിട്ടില്ലേ?
ഇവരൊക്കെ കുറച്ചും കൂടി നിലവാരം, ഇപ്പൊ വെള്ളാപ്പള്ളി നടേശൻ അവർകളായാലും വൈക്കം വിശ്വൻ സാറായാലും ആരായാലും ഏത് പാർട്ടിയുടെ നേതാക്കന്മാരായാലും ഇവരിൽ നിന്ന് കുറച്ചും കൂടി അഗ്രസീവായ വാക്കുകളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വെറുതെ ചിരിച്ച് നാട്ടുകാർക്ക് ചിരിക്കാൻ വകയുള്ള കാര്യങ്ങളാണ് നമ്മുടെ സാധാരണ ജനങ്ങളെക്കാളും ബിലോ ആവറേജ് ആണ് ഈ നേതാക്കന്മാരെന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ ശശിധരൻ വയലാർ കൂടി എന്നോടൊപ്പം ചേരുകയാണ്. ശ്രീ ശശിധരൻ വയലാർ അവിടെ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കുകയാണ് അല്ലേ? ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എന്താണ് ന്യൂ ഇയർ സ്പെഷ്യൽ ഐറ്റം എന്താണ് വീട്ടിലുണ്ടാക്കിയിരിക്കുന്നത്? ഒരുറപ്പ് വരെ ഈ വർഷം ഇനി വിളിക്കില്ല. ഈ വർഷം വിളിക്കില്ലെന്ന്? ഈ വർഷം ഇനി വിളിക്കില്ലെന്ന്. ഈ വർഷം വിളിക്കില്ല. പിന്നെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ കോമഡിയാണ്. കാര്യം എന്താ പറഞ്ഞാല് ഈ അടുത്ത ഇലക്ഷൻ അടുക്കാറായല്ലോ. ഇപ്പൊ കുറെ സ്ഥാനാർത്ഥികള് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ദൈവമേ ഞാൻ ജയിക്കുമെന്ന് ഈ മനുഷ്യൻ പറയല്ലേ ഈശ്വര. വഴിപാട് കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിലേക്ക് തന്നെ 12 നേതാക്കന്മാര് വഴിപാട് നേർന്നിട്ടുണ്ടെന്ന് അറിയുന്നു. ഒരു കാരണവശാലും ഞാൻ ജയിക്കുമെന്ന് വെള്ളാപ്പള്ളി പറയല്ലേ എന്ന്. എനിക്കൊരു സംശയം, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ പിന്നെ മനു. ഇന്ന് ബാറിന്റെ 1 മണിക്കൂർ നീട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞായിരുന്നു. ശരിയാണ്. അതൊക്കെ സത്യമാണ്. പക്ഷെ അതുകൊണ്ട് അങ്ങോട്ട് പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അതല്ല പറയുന്നത്. ധരിക്കല്ലേ, ഞാൻ അതല്ല പറയുന്നത്. അത് വെള്ളാപ്പള്ളിക്ക് ഒരു തണുപ്പിക്കാൻ വേണ്ടിയിട്ടാന്ന് ഒരു ന്യൂസ് ഉണ്ട്. കാരണം പുള്ളിക്കാണ് അതുകൊണ്ട് ഏറ്റവും പ്രയോജനമാണ്. പക്ഷെ വെള്ളാപ്പള്ളി മദ്യമൊന്നും കഴിക്കില്ല. അതല്ല, പുള്ളിക്ക് കച്ചവടം ഉണ്ട്. നിങ്ങൾക്ക് അറിയില്ല ഭാരത്രേണ്ടെന്ന് അറിയാവാ. അപ്പൊ ഈ വിഷയത്തില് ഞാൻ പറയുന്നത് ബിനോയ് വിശ്വം വെറുതെ കിടന്ന് കാണിച്ച് പല്ല് കളയാന്നേ ഉള്ളൂ. അങ്ങേരെ ചൊറിയാൻ ചെല്ലുന്തോറും അങ്ങേര് തെറി പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അങ്ങയുടെ സ്വഭാവം അതാണ്. താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. അപ്പൊ ശ്രീ ചന്ദ്രൻ നായർ എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ചന്ദ്രൻ നായർ. മനസ്സാർ 2026 സാർ ഉൾപ്പെടെ ന്യൂസ് 18 എല്ലാവർക്കും കൂടാതെ നമ്മുടെ യുവജനങ്ങൾക്ക് പുതുവർഷ ആശംസകൾ. വയസ്സായവർക്ക് അല്ല സാർ, ഞാൻ പറഞ്ഞു കേട്ടെ സാർ. യുവജനങ്ങൾ നല്ലത് മാത്രം ചെയ്യുക, അരുതാത്ത പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക. യുവജനങ്ങൾ രാജ്യത്തിന്റെ വാഗ്ദാനങ്ങളാണ് സാർ. നമ്മളൊക്കെ എന്താണെന്ന് വെച്ചാൽ തെറ്റുകൾ ചെയ്യുന്ന അപൂർവം 100-ൽ 1 കുട്ടികളതല്ല സാർ കൂടുതൽ തെറ്റ് ചെയ്യുന്നു. 2026 നല്ല വഴിക്ക് പോവുക. അത് പറഞ്ഞുകൊണ്ട് വിഷയത്തിലേക്ക് വരാം സാർ. വെള്ളാപ്പള്ളി നടേശൻ സാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിൽ പല പ്ലാനുകളുണ്ട്. പക്ഷെ അത് അവതരിപ്പിക്കുമ്പോൾ തെറ്റിദ്ധാരണജനകമാണ്. ഉദാഹരണം, ഇന്ന് തന്നെ ടിവിയിൽ കാണിച്ച ഒരു സംഗതി എന്ന് വെച്ചാൽ 10 വർഷം, അതായത് 9 വർഷമായിട്ട് എന്തോ ഒരു സംഗതിക്ക് വേണ്ടിയിട്ട് സർക്കാരിനോട് ചോദിച്ച അനുവാദം കൊടുക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. എന്താണെന്ന് പത്രക്കാർ ചോദിച്ചപ്പം കാണാന്ന് വെച്ചാൽ അവരോട് ചൂടാകുകയാണ് ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തൊക്കെയുണ്ട്, അങ്ങേരെ പ്രവൃത്തിയിൽ എന്താണെന്ന് വെച്ചാൽ അത് വരുന്നില്ല സാർ. ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല, കൂടുതൽ ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ സാർ. ഓക്കെ. അപ്പൊ നമ്മുടെ ബിനോയ് എന്നോടൊപ്പം ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. അപ്പോൾ കൊല്ലത്ത് നിന്ന് ഒരുപാട് പേർ ചേരുന്നുണ്ട്. ബിനോയ്, CPIയുടെ വിമർശനമാണ് സർക്കാരിലെ പ്രവർത്തനങ്ങളുടെ പോരായ്മ, ശബരിമല വിഷയം, ന്യൂനപക്ഷ ഏകീകരണം, ന്യൂനപക്ഷത്തെ പ്രകോപിപ്പിച്ച് നടത്തിയ പ്രസ്ഥാനങ്ങൾ എന്നിവ പ്രസ്താവനകളൊക്കെ പരാജയത്തിന് കാരണമായി എന്ന് പറയുകയാണ് CPI. ഇത് LDF യോഗത്തിൽ ചർച്ച ചെയ്യണമെന്നും അവർ ആവശ്യപ്പെടുന്നു. ശ്രീ ബിനോയ്, ഇങ്ങനെ പറഞ്ഞ CPIയെ വെള്ളാപ്പള്ളി വിമർശിച്ചു. ബിനോയ് ആരുടെ പക്ഷത്താണെന്നാണ് എനിക്കറിയേണ്ടത്. നമസ്കാരം മനു. ഞാൻ രണ്ടുപേരുടെ പക്ഷത്തുമില്ല. രണ്ടുപേരും പറയുന്നത് തെറ്റുകൾ തന്നെയാണ്. ഒന്നാമത് പറയാനുള്ളത്, CPIയുടെ നേതാവ് ബിനോയ് വിശ്വം കഴിഞ്ഞ 9.5 വർഷമായി അവിടെ കൂടെ നിന്ന് CPIയും ബിനോയ് വിശ്വം എല്ലാ ആനുകൂല്യവും കൈപ്പറ്റിയിട്ട് ഇത് പറയുന്നത് ശരിയല്ല. അന്തസ്സും അഭിമാനവും ഉണ്ടെങ്കിൽ ആ മുന്നണിയിൽ ഇറങ്ങി വരണം. അല്ലെങ്കിൽ മന്ത്രിമാരെ പിൻവലിച്ചിട്ട് പറഞ്ഞാൽ ജനം കേൾക്കും. ഇത് മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും പറയണം. അതിനുവേണ്ടി മാത്രം പറയുന്നു. അത്ര മാത്രമേ ഉള്ളൂ ബിനോയ് വിശ്വന്റെ ഈ പ്രസ്താവനയോട് ഞങ്ങൾ കൊടുക്കുന്ന വില. അദ്ദേഹത്തിന് ആംബിയർ ഉണ്ടെങ്കിൽ പഴയ CPI നേതാക്കന്മാരെ പോലെ ഇറങ്ങി പുറത്തു വരണം. അദ്ദേഹം CPI സെക്രട്ടറി ആയതിനു ശേഷമല്ലേ ഈ മറ്റേ പുതിയ വിദ്യാഭ്യാസ പദ്ധതികളും PMEയും അതുപോലെ തന്നെ ഈ ലേബർ ആക്ടും ഒക്കെ ഒരക്ഷരം വേണ്ടിയില്ല. ചാനലിൽ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് 1-2 വാക്ക് പറയും, പോകും, അത് തീർന്നു. പിന്നെ രണ്ടാമത്, വെള്ളാപ്പള്ളിയ കൂടെ കൂട്ടുന്നവർ പരാജയപ്പെടും. അദ്ദേഹത്തിന്റെ മകൻ BJPയിലും അദ്ദേഹം CPMനെയും അനുകൂലിച്ചു നിൽക്കുന്നു. അതുകൊണ്ട് CPMന്റെ പരാജയം തുടങ്ങിയത് അവിടെയാണ്. രണ്ടാമത്, കേരളത്തിലുള്ള ജനങ്ങൾ വോട്ട് ചെയ്ത് UDFനെ വിജയിപ്പിച്ചത് ഇതുവരെ പിണറായി വിജയനും CPMകാരും അംഗീകരിച്ചിട്ടില്ല. അവരെപ്പോഴാണോ അംഗീകരിച്ച് തോന്നിയ ഈ പരാജയം എന്താണെന്ന് ഞങ്ങൾ പഠിച്ച് അതിനുള്ള പ്രതിവിധി കാണുമെന്ന് പറഞ്ഞാൽ
അതിനൊരർത്ഥമുണ്ട്. CPM-ന്റെ ധാർഷ്ട്യം മാറ്റി പരാജയത്തിനെ കുറിച്ച് പഠിക്കാതെ വീണ്ടും വീണ്ടും വിഷയങ്ങൾ മാറ്റിപ്പോയാൽ വീണ്ടും പരാജയത്തിലോട്ടാണ് പോകുന്നത്. അവർ വിചാരിക്കുന്നത് നിയമസഭ മാത്രം ജയിക്കുന്നതാണ് ഇലക്ഷൻ എന്നുള്ളത്. പാർലമെന്റിൽ ഞങ്ങൾ 18 സീറ്റ് പിടിച്ചു. എന്താ പാർലമെന്റ്? അത് ജനങ്ങൾ അറിയാതെ ചെയ്തു. ശരി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഇലക്ഷൻ വന്നു. അതും CPM ലോക്കൽ സെക്രട്ടറികൾ പോലും പറയുമോ ഇതിപ്പം തദ്ദേശ സ്വയംഭരണമല്ലേ, നിയമസഭ വരട്ടെ, ഞങ്ങൾ കാണാം. അതുകൊണ്ട് ഈ പിണറായി വിജയനും കൂട്ടരും ഒരു കാര്യം മനസ്സിലാക്കണം, ജനാധിപത്യത്തെ വിശ്വാസത്തിലെടുക്കണം, അത് അംഗീകരിക്കണം. അവർ വീണ്ടും വീണ്ടും ഇനി വീണ്ടും ബഹുമാന്യനായ വെള്ളാപ്പള്ളി നടേശനെ കൂടെ കൂട്ടണം, വണ്ടിയിൽ കയറ്റണം. 24 മണിക്കൂറും വണ്ടിയിൽ കയറ്റി കൊണ്ടു നടന്നാൽ കേരളത്തിലുള്ള ജനങ്ങൾ അതിനനുസരിച്ചുള്ള മറുപടി ഉറപ്പായും കൊടുക്കും. അതാണ് എനിക്ക് ഈ ന്യൂ ഇയറുമായി അഡ്വാൻസ് ന്യൂ ഇയർ മനുവിന് പറഞ്ഞുകൊണ്ട് പറയാനുള്ളത്. വ്യക്തമാണ്. അപ്പോൾ അങ്ങേക്കും കുടുംബത്തിനും ഒക്കെ എൻ്റെയും ആശംസകൾ. അഹമ്മദ് ബാബയെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ വിചാരിക്കുമ്പോൾ അഹമ്മദ് ബാബ വന്നു. അഹമ്മദ് ബാബ, ഞാൻ അങ്ങേ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചുള്ളൂ. കാരണം കാടാമ്പുഴയിൽ നിന്ന് മറ്റൊരു പ്രേക്ഷകൻ വിളിച്ചപ്പോൾ അങ്ങയെക്കുറിച്ച് ഞാൻ ഓർത്തു. അഹമ്മദ് ബാബ, ഹലോ, നമസ്കാരം. നമസ്കാരം. അവിടെ ഹാപ്പി ന്യൂ ഇയർ ന്യൂസ് 18 ചാനലിനും താങ്കൾക്കും പറയുന്നതിന് മുൻപ് ഒരു 6 വയസ്സുകാരി ഒരു 3 വയസ്സുകാരിയും താങ്കൾക്ക് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞിട്ടുണ്ട്. കുട്ടികളാണ്. പേരെന്താ? 6 വയസ്സായവളെ പേര് ഇസുവ ഖാത്തൂൻ, 3.5 വയസ്സായവളെ പേര് ഗസ്നഫർ. ഈ 6 വയസ്സായ ആള് താങ്കളുടെ പേരൊക്കെ എന്നോട് ചോദിച്ചറിഞ്ഞു. പാപ്പാന്റെ ഫ്രണ്ട് ആണോ എന്ന് ചോദിച്ചു. ആന്നും പറഞ്ഞു. ഹാപ്പി ന്യൂ ഇയർ പറയാൻ വേണ്ടിട്ട് ഇവിടെ കാത്തിരുന്നു. കോൾ അടിച്ചിട്ട് കിട്ടണ്ടേ, പിന്നെ കളിക്കാൻ പോയി. അപ്പൊ 2 കുട്ടികളെ എന്റെ പുതുവത്സരാശംസകളും ഒക്കെ അറിയിക്കണം. ഓക്കെ. അപ്പോ ന്യൂസ് 18 ചാനലിനും അതിലുള്ള അണിയറ പ്രവർത്തകർക്കും ഒക്കെ ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ. വെള്ളാപ്പള്ളി നടേശൻ സാറിന്റെ ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു UDF-കാരനാണ് ഞാൻ. ശരി, അദ്ദേഹം കൂടുതൽ കാലം ജീവിച്ചാൽ കൂടുതൽ കാലം ഇടതുപക്ഷം തോൽക്കുമെന്നാണോ താങ്കൾ കരുതുന്നത്? അതെ, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ കിട്ടിയാൽ മതി. വെള്ളാപ്പള്ളി നടേശൻ സാറ് മാത്രമല്ല, പക്ഷെ എല്ലാരെയും കൂടി പേരിപ്പോ ഞാൻ ഇതിൽ പറയുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് ദീർഘായുസ് ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ദീർഘായുസ് ഉണ്ടാവട്ടെ കേട്ടോ, ചിരിച്ചിട്ട് പറഞ്ഞാലും ഇനിയിപ്പോ അദ്ദേഹം എന്തൊക്കെ പറഞ്ഞാലും ശരി, ദീർഘായുസ് ഉണ്ടാവട്ടെ. ഒരു മനുഷ്യൻ മരിച്ചു പോകണമെന്ന് നമ്മൾ പറയാൻ പാടില്ലല്ലോ. അത് അദ്ദേഹത്തിന്റെ കുടുംബത്തിനോട് ചെയ്യുന്ന ഒരു തെറ്റായിരിക്കും. പക്ഷേ ഇത് ഈ വിധത്തിലേക്ക് ഇനിയും കൊണ്ടുപോവുകയാണെങ്കിൽ, ഇപ്പൊ ഇതിനു മുന്നേ ഉള്ള ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ ഒരു അപകടകരമായ രീതിയിലേക്ക് കൂടി ഇത് കയറിപ്പോകും. ബിനോയ് വിശ്വത്തിന് കട്ടൻട്രി ആയിട്ട് അദ്ദേഹത്തിന് കട്ടൻട്രി ആയിട്ട് ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോ പക്ഷെ ഇദ്ദേഹത്തിന് വേറെ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. നടേശൻ സാറിന് വേറെ മാറ്റം വന്നിട്ട് ഇതുവരെ ഒരു ജില്ല, മലപ്പുറം ജില്ല എല്ലാം കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞു. ഇപ്പൊ 2 ജില്ലയും കൂടി, വയനാടും കൂടി, കാസർഗോഡും കൂടി. അപ്പൊ അങ്ങനെ മറ്റുള്ള ബാക്കി ഇനി 11 ജില്ലയും കൂടി വന്നോളൂ. അപ്പൊ അതാണ് എനിക്കിതിൽ പറയാനുള്ളത്. ധാരാളം പ്രേക്ഷകർ ഈ വിഷയം നിങ്ങൾ എടുത്തത് കൊണ്ട് ധാരാളം പ്രേക്ഷകരുണ്ട്. ഞാൻ 4:03 മുതൽ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിവേ, താങ്ക്സ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ശ്രീ റഷീദ് കൊയിലാണ്ടിയും വിളിക്കുന്നുണ്ട്. റഷീദ് കൊയിലാണ്ടി UDF-കാരാണ്. ശ്രീ റഷീദ് കൊയിലാണ്ടിയും വെള്ളാപ്പള്ളിക്ക് ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണോ നമ്മുടെ അഹമ്മദ് ബാബയെ പോലെ? ഏതായാലും മനോഭാരതനും അതേപോലെ കിരണിനും ന്യൂസ് 18 ചാനലിന്റെ സഹപ്രവർത്തകർക്കും ലോകത്തങ്ങോളം ഇങ്ങോളമുള്ള ന്യൂസ് 18 പ്രേക്ഷകർക്കും ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് പുതുവത്സര ആശംസകൾ നേരുകയാണ്. അപ്പോൾ ശ്രീ റഷീദ് കൊയിലാണ്ടിക്കും പുതുവത്സര ആശംസകൾ. മാത്രമല്ല, നമ്മുടെ ചില പ്രേക്ഷകരൊക്കെ പുതുവർഷം അവർക്ക് എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ന്യൂസിലാൻഡിൽ നിന്ന് ശ്രീ ജോർജൊക്കെ അവിടെ പുതുവത്സരത്തിലേക്ക് കടന്നു കഴിഞ്ഞു 2026. അദ്ദേഹം ഇതൊക്കെ അറിയിക്കുക. എല്ലാവർക്കും സുഖവും സമാധാനവും സന്തോഷവും നിറഞ്ഞതാകട്ടെ പുതുവർഷം എന്ന് കൂടി ആശംസിക്കുകയാണ്. പിന്നെ വെള്ളാപ്പള്ളി നടേശന് കിട്ടേണ്ട വിധത്തിൽ, കിട്ടേണ്ട രീതിയിൽ ഇപ്പോൾ വിനയ വിഷയം പറഞ്ഞിട്ടുണ്ട്. ആരും അങ്ങനെ പറയാറില്ല. ഇതാണ് അയാളുടെ കുഴപ്പം. കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ടതുപോലെ കിട്ടണം. വിനയ വിഷയനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, വളരെ പക്വതയോടും വളരെ മാന്യതയോടുകൂടി
രാഷ്ട്രീയത്തിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് വിനയ് വിശ്വൻ. PM ശ്രീ നിലപാടിലൊക്കെ അദ്ദേഹം എടുത്ത ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞിട്ടുണ്ട് ഒന്നും സംസാരിക്കാത്ത, അങ്ങനെ ആ ഒരു വിധത്തിൽ സ്റ്റാൻഡ് എടുത്ത ഒരു കക്ഷിയുടെ ജനറൽ സെക്രട്ടറിയാണ് വിനയ് വിശ്വൻ. വിനയ് വിശ്വനെ എനിക്ക് നേരത്തെ അറിയാം. അത്രമാത്രം എല്ലാ കാര്യങ്ങളിലും വളരെ നല്ല രീതിയിൽ പഠനം നടത്തി ഗവേഷണം നടത്തി രാഷ്ട്രീയം പറയുന്ന ആളാണ് വിനയ് വിശ്വൻ. അദ്ദേഹം എപ്പോ എന്ത് നിലപാടെടുക്കുമ്പോഴും പാർട്ടിയിൽ ഉള്ളപ്പോഴും പാർട്ടിയുടെ സെക്രട്ടറി ആയിപ്പോഴും അപ്പൊ അദ്ദേഹത്തെ ആ കുറ്റം പറയുന്നതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ജീർണതകൾ, അതേപോലെ വിഷം വമിക്കുന്ന സംസാരങ്ങൾ, ഇതൊക്കെ ഈ വെള്ളാപ്പള്ളി നടേശന്റെ കാര്യത്തിൽ നമ്മൾ ഇപ്പോൾ പലപ്പോഴും കണ്ടതാണ്, കേട്ടതാണ്. അപ്പൊ അതിനൊന്നും തടയിടാനൊന്നും ആരും ശ്രമിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ വാക്കുകളെ പലരും അത് മൗനം കൊണ്ട് നേരിട്ടതും ഉണ്ട്. ഇത് ഒട്ടും ശരിയല്ല. നമ്മുടെ സമൂഹത്തിൽ മതേതരത്വവും ജനാധിപത്യവും എല്ലാം നിലനിർത്തണമെങ്കിൽ നമ്മുടെ ഈ ഇപ്പോഴുള്ള ആ ഒരു സ്നേഹവും സാഹോദര്യവും ഒക്കെ മുന്നോട്ട് നീങ്ങണമെങ്കിൽ ഇത്തരം ആളുകളെ ചേർത്ത് പിടിച്ചാൽ അവർക്ക് നഷ്ടമേ ഉണ്ടാവും. ആ നഷ്ടത്തിന്റെ കണക്കാണ് ഇവർ മനസ്സിലാക്കേണ്ടത്. അതിലാണ് അവർ പഠനം നടത്തേണ്ടത്. ഇപ്പൊ LDFിനുണ്ടായ പരാജയത്തിൽ ഒരു കാരണം ഇദ്ദേഹത്തെ കൂട്ടി നടന്നുകൊണ്ടാണ്. അദ്ദേഹത്തെ കാറിൽ കയറ്റി വന്ന മുഖ്യമന്ത്രി നമ്മുടെ സാധാരണക്കാരന്റെ എല്ലാ ജനവിഭാഗത്തിന്റെയും നികുതി പണം കൊണ്ട് വാങ്ങിയ കാറാണ്. അദ്ദേഹം വാങ്ങിയ കാറൊന്നുമല്ല. ആ കാറിലാണ് ഇത്തരം ആളുകളെ കയറ്റി ഇരുത്തി കൊണ്ടുപോകുന്നത്. അത് ജനങ്ങൾ കാണുകയാണ്. ആ ജനങ്ങൾ അതിനനുസരിച്ച് തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ അത് ശരിവെക്കുന്നതാണ് ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഫലം. മേലിലും അത് തന്നെയാണ് ആവർത്തിക്കുന്നതെങ്കിൽ വളരെ വില കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാവില്ല. യെസ്, വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. അപ്പോൾ രാധാകൃഷ്ണൻ എന്നോടൊപ്പം ചേരുന്നത് വൈറ്റിലയിൽ നിന്നാണ്. ശ്രീ രാധാകൃഷ്ണൻ, അവിടെ കൊച്ചിയിലൊക്കെ ഭയങ്കര ആഘോഷമാണല്ലേ? അതെ 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 അതെ. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? ഈ പഞ്ഞി കത്തിക്കാൻ പോകുന്നുണ്ടോ അതോ മറ്റു പരിപാടികളാണോ? കൊച്ചിക്കൊന്ന് പോയി അങ്ങനെ തിരിച്ചു വരും. കലക്കും. അപ്പൊ ഈ താങ്കൾക്കും അതുപോലെ തന്നെ ന്യൂസ് 8ക്കും പൊതുവേദി പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ. അങ്ങേക്കും. അപ്പൊ ഇപ്പൊ ഈ ചോദ്യം വരുമ്പോഴത്തേക്ക് ഇടത് പക്ഷ മുന്നണി യോഗം ചേരുമ്പോൾ ഈ CPI ഒന്നും പറയില്ല. അവിടെ അതിനനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തി പുറത്തു വന്നിട്ട് CPI ഒരു യോഗം കൂടും. യോഗം കൂടിയിട്ട് അതിനകത്ത് സ്ഥിരം ഇവരുടെ പരിപാടി ഈ CPMന്റെ വിമർശിക്കുക, CPMനെതിരെ കാര്യങ്ങൾ ഇത് പറയുക. യോഗത്തിലൊന്നും പറയാതെ ഇവിടെ വന്ന് പറയുന്നത്, അവരുടെ യോഗത്തിൽ പറയുന്നത് സ്ഥിരം പരിപാടിയാണ് ഇവരുടെ. വലിയ ഗൗരവത്തിൽ എടുക്കേണ്ടതാണ് താങ്കൾ പറയുന്നത്. ഇത് വലിയ ഗൗരവം എടുക്കേണ്ട കാര്യമില്ല. കാരണം ഇതിന് തോൽവിയുടെ ഇതെന്ന് വെച്ചാൽ അറിയാം. കാരണം ഇവിടുത്തെ ലഹരി, മദ്യം, ഈ ഒഴുക്കിനെതിരെ ഒന്നും തടയാൻ വേണ്ടിയിട്ട് ഒന്നും സർക്കാർ ചെയ്യുന്നില്ല. ലഹരി മദ്യത്തിനെതിരെ ഒന്നും ചെയ്യുന്നില്ല. അതുപോലെ അഴിമതിയും ഒക്കെ ഇങ്ങനെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കണല്ലേ. അപ്പൊ അതെല്ലാം കൊണ്ടാണ് ജനങ്ങള് ഈ CPMനെതിരെ തിരിയുന്നതും അത് തന്നെ ഈ ഇടതുപക്ഷ ഭരണത്തിനെതിരെ തിരിയുന്നതൊക്കെ. ഇല്ലെങ്കിലും പറഞ്ഞതൊക്കെ വ്യക്തമാണ്. അപ്പൊ ശ്രീ ദാസൻ എൻ്റെ ഒരു വളരെ വേണ്ടപ്പെട്ട ഒരു പ്രേക്ഷകനാണ്. ശ്രീ ദാസൻ, ഞാനിന്ന് അങ്ങേക്ക് ഹാപ്പി ന്യൂ ഇയർ പറയണമെന്ന് ആഗ്രഹിച്ചു. ഏതായാലും അവസാനമായപ്പോഴും അങ്ങ് കിട്ടിയില്ല. സന്തോഷം. ശ്രീ ദാസൻ അവിടെ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കാനുള്ള തിരക്കിലാണോ ശ്രീകണ്ഠാപുരത്ത്? മനസ്സ് തുറന്നിട്ട് ആശംസ അർപ്പിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ കുറച്ച് കാലത്തേക്ക് പൊതുവേദിയിൽ നിന്ന് വിട്ടേക്കാൻ തീരുമാനിച്ച സാങ്കേതിക കാരണങ്ങളാണ്. അതുകൊണ്ട് എല്ലാ എന്റെ ശത്രുക്കൾക്കും മിത്രങ്ങൾക്കുമല്ലോ നന്ദി പറയുന്നത്. പിന്നെ വെള്ളാപ്പള്ളിന്റെ കാര്യം ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങ് ഞങ്ങളുടെ ഒപ്പം ബുദ്ധിമുട്ടല്ല വിട്ടുപോകണം. വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചെറിയ പരിപാടി നടത്തുക. അതുപോലെ പിന്നെ ഞാൻ പറയാം, കിരൺ മനു, ഈ വെള്ളാപ്പള്ളി നടേശൻ ഒറ്റ ആളാണ് 2 വർഷം ഇന്ന് ഈ അവസ്ഥയായത്. കാരണം ഇയാളെ മുസ്ലിം പേരുടെ പരാമർശം ഈ നിങ്ങൾ നോക്കോ, കണക്ക് മുസ്ലിങ്ങൾ കൂടുതലുള്ള സ്ഥലത്തൊക്കെ CPM പറയാൻ. അതുകൊണ്ട് ഞാൻ എന്റെ മുഖത്തിന് വേണ്ടിയത് CPMന്റെ കോട്ടയിൽ SDPI അയച്ചിട്ടില്ല. 1-ാം വാർഡിൽ CPMന്റെ കോട്ടയിൽ SDPI അയച്ചു മുളക്കുന്ന പഞ്ചായത്തിൽ. അപ്പൊ അതുകൊണ്ട് ഇനിയെങ്കിലും CPMന്റെ സംസ്ഥാന നേതാക്കന്മാർ ഈ വെള്ളാപ്പള്ളി തള്ളി പറയാൻ തയ്യാറാണ്. ഇവിടെ
നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് ഭയങ്കര ശബ്ദമാണ്. ഓക്കെ മനു, ശരി, ഓക്കെ, ബൈ ബൈ. അപ്പോൾ അടിച്ചു പൊളിക്കാൻ നമുക്ക് പുതിയ വർഷം വരികയാണ്. അപ്പോൾ ഞാൻ ഈ വിഷയം യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. ഈ വെള്ളാപ്പള്ളിയുടെ ഈ ഒരു പരാമർശം, ചതിയൻ CPI ചതിയൻ ചന്തു എന്നാണല്ലോ പറഞ്ഞത്. അത് ശരിയായൊരു പരാമർശമായെന്ന് ചോദിക്കുമ്പോൾ 42% ആളുകൾ വെള്ളാപ്പള്ളിക്കൊപ്പമുണ്ട്, പക്ഷേ 58% ആളുകൾ അത് ശരിയല്ല എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ വിവാദം അവിടെ കത്തി നിൽക്കുമ്പോൾ വെള്ളാപ്പള്ളി ഒരു പ്രതികരണവുമായി വരുന്നു. അതിനെ ശക്തമായി എതിർത്തുകൊണ്ട് ബിനോയ് വിശ്വവും വരുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ പലയിടത്തും പുതുവത്സരം പിറന്നു കഴിഞ്ഞു. അത് നമ്മളും അതിലേക്ക് ചുവടെടുത്ത് വയ്ക്കുകയാണ്. വർഷം എന്ന് പറയുമ്പോൾ പുതിയ സ്വപ്നങ്ങളാണ്, പുതിയ പ്രതീക്ഷകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. കഴിഞ്ഞ വർഷത്തിലെ അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് സധൈര്യം പോകാൻ ഒരു പുതുവർഷം നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. പുതിയ ലക്ഷ്യങ്ങളുണ്ടാകാം, അതുപോലെ തന്നെ നിശ്ചയദാർഢ്യമുണ്ടാകാം. ആത്മവിശ്വാസത്തോടുകൂടി പരിശ്രമിക്കുമ്പോൾ എല്ലാ ലക്ഷ്യങ്ങളും യാഥാർത്ഥ്യമാകും എന്ന് നമുക്ക് ഉറപ്പിച്ച് വിശ്വസിക്കുകയും ചെയ്യാം. വിജയത്തിലേക്കുള്ള വഴികളാണ് 2026 നമുക്ക് മുന്നിൽ തുറക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. അടുത്ത വർഷം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.